കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളുടെ സഹോദരനായ എന്റെയും വന്ദനം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാനായിട്ട് ദൈവം നമ്മെ അനുവദിച്ചല്ലോ. ഇന്നലകളിലൊക്കെ ദൈവത്തിന്റെ വലിയ കരുതലും സാന്നിധ്യവും നടത്തിപ്പും പരിപാലനവും നിയോഗവും സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം ദൈവം നമുക്കായിരുന്ന സ്ഥലങ്ങളിൽ കർത്താവ് നൽകി. നാം കഴിഞ്ഞ 3 ആഴ്ചകളിൽ ദൈവത്തിന്റെ വചനം നെഹമ്യാവിന്റെ പുസ്തകത്തെ ആധാരമാക്കി നാം ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. ഈ 3 ആഴ്ച നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ വ്യത്യാസങ്ങളും രൂപാന്തരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നന്നായി കർത്താവിനോട് ജീവിപ്പാനുള്ള വലിയ ആവേശം, ആ വലിയ താല്പര്യം, ആ നിർബന്ധം, പൗലോസ് പറഞ്ഞ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നാണ്. പ്രൈസ് ലോർഡ്. കർത്താവിനോട് ജീവിപ്പാൻ നമ്മുടെ ഉള്ളിൽ ശരിയായൊരു കാഴ്ചപ്പാട് വേണമെങ്കിൽ ഉയരത്തിലെ വിളി വേണം. ഒന്നാമത്തെ അതാണ്. രണ്ടാമത് ഉള്ളിൽ നിന്നൊരു ഹേമം വേണം. മൂന്നാമത്തത് നരകത്തിലെ നിലവിളിയുടെ ഭയാനകത മനസ്സിലാക്കണം. അപ്പൊ ഉയരത്തിലെ വിളിയും ഉള്ളിലെ സമ്മർദ്ദവും നരകത്തിലെ നിലവിളിയുടെ ആ ഭയാനകതയും 3 കാര്യങ്ങളാണ് നമ്മളെ ദൈവത്തിനു വേണ്ടി ജീവിക്കാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും ഒക്കെ നമുക്ക് കാരണമായി തീരും. നിങ്ങൾ നോട്ട് ചെയ്തോ അത്? ഉയരത്തിലെ വിളി, ഉള്ളിലെ ഹേമം അഥവാ നിർബന്ധം അല്ലെങ്കിൽ സമ്മർദ്ദം, പിന്നെ നരകത്തിലെ നിലവിളി. ഈ കാര്യങ്ങളാണ് നമ്മളെ ദൈവത്തിനു വേണ്ടി ശരിയായ നിലയിൽ ജീവിപ്പാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ഒക്കെ നമ്മളെ നിർബന്ധിക്കുന്ന ഘടകം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാം വാക്യം നമ്മുടെ കൃവാക്യമാണല്ലോ. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. സഹോദരങ്ങളെ, ദൈവം ഒരുവനെ ഉണർത്തിയാൽ അവൻ ഉണർന്ന് പ്രവർത്തിക്കണം. ദൈവം ഒരുവനെ ഉണർത്തിയാൽ ഉണർന്ന് പ്രവർത്തിക്കണം. എഴുതി വെക്കണം കേട്ടോ. അപ്പോഴാണ് ദേശത്ത് ഉണർവുണ്ടാകുന്നത്. ദൈവം ഒരാളെ തട്ടി ഉണർത്തുമ്പോൾ അതിനർത്ഥം, നീ എഴുന്നേറ്റോ, നിന്നിലൂടെ എനിക്കൊരു പണിയുണ്ട്. നാമല്ല ചെയ്യുന്നതൊന്നും നമ്മിലൂടാണ് ചെയ്യുന്നത്. വ്യത്യാസം അതാ. ഒന്നും നമ്മളല്ല ചെയ്യുന്നത്, നമ്മിലൂടാണ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. മെഡിക്കലി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഈ വേദനയിലൂടെയാണ് വേദനയ്ക്ക് പരിഹാരം വരുത്താറുള്ളത്, അല്ലേ? അകത്തൊരു കേട് വന്നാൽ സർജറി ചെയ്യണം. സർജറി പെയിനാണ്. അപ്പോൾ ഏത് കാര്യങ്ങൾക്കും ചില വേദനകളിലൂടെ നമ്മൾ പോകുമ്പോൾ ആ വേദന ഒരിക്കലും നമുക്ക് ദോഷത്തിനായി വരികയില്ല. കാതിൽ കേട്ട സഹോദരങ്ങളുടെ തകർച്ചയും സ്വജനത്തിന്റെ ചിതറിക്കിടക്കുന്ന അവസ്ഥയും അവരുടെ അഭിമാന മേഖലകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ഒരു പുനഃപ്പണിക്ക് ആരും വന്ന് തയ്യാറാകാതിരുന്നപ്പോൾ നെഹമ്യാവ് കേട്ട വിഷയം ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അസാധാരണമായ ഒരു പദ്ധതിക്ക് നിയോഗിപ്പാനിടയായി. ഇന്ന് കരയുന്ന നിങ്ങൾ നാളെയുടെ ദൈവപ്രവൃത്തിയുടെ കരങ്ങളിൽ തിളങ്ങാൻ വേണ്ടി ദൈവം ഉപയോഗിക്കാൻ തെരഞ്ഞെടുത്ത ആയുധങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇടത്തും വലത്തുമുള്ള പല ആളുകളുടെയും ശുശ്രൂഷകളും ഒക്കെ കാണുമ്പോൾ, പലപ്പോഴും നല്ല ശുശ്രൂഷകൾ കാണുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ, ദൈവം എനിക്ക് അങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊന്ന് പ്രസംഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് നയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ആ ആഗ്രഹങ്ങളൊക്കെ ആകാം ഒരു പക്ഷേ. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ നമ്മുടെ ഉള്ളിൽ ഉദയം ചെയ്യുന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല ആളുകളുടെയും ജീവിതത്തിൽ അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്താണ് എ ന്യൂ സൺറൈസ്, ഒരു പുതിയ ഉദയം ദൈവം നമ്മളിൽ ആരംഭിക്കുന്നത് എന്നുള്ളത്. അവസാനിച്ചു എന്ന് തോന്നിടത്ത് പലപ്പോഴും ദൈവം നമുക്ക് നല്ല ആരംഭങ്ങൾ കുറിക്കാറുണ്ട്. തന്നെ തട്ടി ഉണർത്തി ദൈവം പ്രാർത്ഥനയിലൂടെ. നമുക്കറിയാം, സകല പ്രതികൂലങ്ങളുടെയും നടുവിൽ ആയുധം ധരിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ ഓരോരുത്തരെയും ഫാമിലിയായി നിർത്തേണ്ടവരെ അങ്ങനെ നിർത്തി, ഒറ്റയ്ക്ക് നിർത്തേണ്ടവരെ അങ്ങനെ നിർത്തി, ഓവറോൾ തൻ്റെ കണ്ണുകൾ നിദ്രയേക്കാൾ, സുഖജീവിതത്തെക്കാൾ, ലക്ഷോറിയസ് ലൈഫിന്റെ ആ ഒരു സെറ്റപ്പിൽ നിന്ന് ഇറങ്ങി കുറെ കൂടെ താണിറങ്ങി വന്നു ദൈവത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ 52-ാമത്തെ ദിവസം മതിലുപണി തീരുന്നതിന് മുമ്പ് അരമനയിൽ നിന്നൊരു ഓർഡർ വന്നു, കൊട്ടാരത്തിൽ നിന്നൊരു ഓർഡർ വന്നു. ഇനി നീ പാനപാത്രവാഹനല്ല, ഇനി യു ആർ ഐ അപ്പോയിന്റഡ് ആസ് എ ഗവർണർ.
ഞാൻ ആ ദേശത്ത് നിന്നെ ഗവർണറാക്കി മാറ്റിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന് വേണ്ടി പാദം വെച്ചാൽ നീ താഴ്ച പ്രാപിക്കത്തില്ല. നീ ദൈവത്തിന് വേണ്ടി നിയോഗത്താൽ സ്റ്റെപ്പ് വെച്ചാൽ നീ പൊളിഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ്. ആമേ, വിലപ്പെട്ടത് നീ ദൈവത്തിന് വേണ്ടി അതേ സമർപ്പിച്ചു കൊടുത്താൽ അതിമഹത്തായതിന്റെ അവകാശിയാക്കി ദൈവം നിന്നെ തീർക്കും. പ്രൈസ് ദി ലോർഡ്. അതും ദൈവം നമ്മളുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. സമ്മർദ്ദമല്ല, നിർബന്ധമല്ല. പ്രത്യുത ദൈവത്തോടുള്ള സ്നേഹം, തൻ്റെ ജനത്തോടുള്ള സ്നേഹം, തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം. പ്രൈസ് ഗോഡ്. വചനം പറയുന്നു, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. പ്രൈസ് ഗോഡ്. ആമേ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിലും ശുശ്രൂഷിക്കുന്നതിനാലും എൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഞാനൊരിക്കൽ ആക്സിഡൻ്റായി വീട്ടിൽ കിടക്കുകയാണ്. അന്നത്തെ ദിവസം ഒരുപാട് ആളുകൾ വന്നു, 300 ചില്ലുവാനും ആളുകൾ വന്നു. സ്തോത്രം. അപ്പോൾ പല ആളുകളും വന്ന് പോകുമ്പം വൈകുന്നേരം ആകുമ്പം വൈഫിനോട് പറയും, ഇത്ര പേര് വന്നു. ഒരു ദിവസം 100 ചില്ലുവാനും പേർക്ക് വെള്ളം ഇട്ട് കൊടുത്തു. പിന്നെ എന്നോട് പറഞ്ഞു, ഇന്ന് 22 ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റി. സ്തോത്രം. അപ്പോൾ അതിലൊരു ദേവദാസി പറഞ്ഞു, മോളിക്കുട്ടി, ഒരു പാസ്റ്ററുടെ ഭാര്യ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇങ്ങനെ നീ കിടന്ന ത്യാഗം സഹിക്കൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആളുകളുടെ കൂടെ വരുമ്പോൾ ഇരുന്ന് വർത്താനം പറയണം. പോകാൻ നേരം, പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം പറയണം, ചായ നമുക്ക് കുടിച്ചിട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ അവർ നിൽക്കത്തില്ല, അങ്ങ് പൊക്കോളും. അപ്പോൾ വൈഫ് പറഞ്ഞൊരു കാര്യം, എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. സ്തോത്രം. അതിഥി സൽക്കാരം മറക്കരുത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. കൊടുക്കുന്നത് നല്ല മനസ്സോട് കൊടുക്കണം. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമാണോ നിങ്ങളുടെ അരികിൽ വരുന്നവർക്ക് കൊടുക്കുന്നത്, അത് ദൈവത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് തിരുവെഴുത്ത് പറയുന്നു. കാരണം കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, തണ്ണീർ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് അവൾ തന്നാൽ ആവത് ചെയ്തു. ദൈവത്തിന് നമ്മുടെ അംബാനി കൊണ്ടിച്ചെന്ന് അതെ 1,00,000 രൂപ ഒരു പിച്ചക്കാരന് കൊടുത്താൽ അത് അതിശോക്തിയില്ല. ദൈവജനം പറയുന്നത് എന്താ? എല്ലാവരേക്കാൾ അധികം ആ വിധവ 2 വെള്ളിക്കാശിട്ടു. അവൾ തന്നാൽ ആവത് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ എബിലിറ്റി ദൈവത്തിന് അറിയാം. ഇവിടെ നെഹമ്യാവ് തനിക്കുള്ളതെല്ലാം സറണ്ടർ ചെയ്തിട്ട് തൻ്റെ ഉള്ള അസറ്റ്സ് മുഴുവൻ കൊണ്ട് താൻ യെരൂശലേമിലേക്ക് പോയി. നമുക്കറിയാം, ഒരു ദിവസം 150 പേർക്ക് താൻ ആഹാരം കൊടുത്തു. ഓഫീഷ്യൽസിന് മാത്രം, പ്രമാണിമാരായവർക്ക് മാത്രം. കൂടാതെ ധാരാളം ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോയി. ആ സമയങ്ങളിൽ താൻ ശമ്പളം മേടിച്ചില്ല. സ്തോത്രം. ജനത്തെ പിഴിഞ്ഞില്ല, ആർക്കും ഒരു പെയിൻ കൊടുത്തില്ല. ആമേൻ. സ്തോത്രം. ഇന്നത്തെ പല വലിയ വലിയ സമ്മേളനങ്ങളുടെ ലക്ഷ്യം എന്താ? ഒരിക്കൽ നോർത്ത് ഇന്ത്യയിലെ ഒരാള് എന്റെ പ്രസംഗമെല്ലാം കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാദ്രി സാബ്, ആപ്കെ ലിയേ നാ യഹാം ബഡാ ജുൻകോ മേ ഇക്കട്ടാ കരേഗാ. നിനക്ക് വേണ്ടി ഞാൻ വലിയ ഒരു കൂട്ടത്തെ ഇവിടെ ഒരുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 10,000 പേരെ ഒരുക്കുന്നതിന് ഇത്ര രൂപ, 25,000 വിളിക്കുന്നതിന് ഇത്ര രൂപ, 1,00,000 വിളിക്കുന്നതിന് ഇത്ര രൂപ. അപ്പൊ നീ ഇത്ര 1,000 രൂപ, ഇത്ര ലക്ഷം രൂപ എന്നാൽ ഒരുക്കാം. എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് പെടഞ്ഞു. സ്തോത്രം. എന്താണ്? ക്രൗഡിനെ കൂട്ടാൻ അവർക്കറിയാം. അതാത് ഗ്രാമങ്ങളിലെ സർപ്പഞ്ചുകളോട് ചെന്ന് പറഞ്ഞ് അവർക്ക് പൈസ കൊടുക്കും. അവരെ ആൾക്കൂട്ടത്തെ വിളിക്കും. അവര് വരും. അത് ഏതെങ്കിലും ഒരാൾ വരും, അമേരിക്കയിൽ നിന്നോ അല്ലെ വിദേശ രാജ്യത്തു നിന്നോ വരും. അപ്പോൾ അതിന്റെ പിക്ചർ എടുക്കും, അല്ലെ അതിന്റെ വീഡിയോ എടുക്കും, അവർ പോവും. പക്ഷേ തന്നെയും പിന്നെയും ഇവര് തന്നെയാ പല യോഗങ്ങളിലും വരുന്നത്. ദൈവമക്കളെ, ഗാഡ്സ് മിനിസ്ട്രി ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രി. പ്രൈസ് ഗോഡ്. ഇത് കച്ചവടമല്ല, ഇത് രക്ഷയ്ക്കായി കണ്ടവരെ, നിത്യജീവനായി കണ്ടവരെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്ര കർക്കശമായി ഞാൻ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്ന് ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കും. ഞാൻ ചില പേഴ്സണലി വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, കട്ടി കൂടുതലാണോ എന്ന് ചോദിക്കും. ഇല്ല, കട്ടിയൊന്നും കൂടുതലില്ല. ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇത് തന്നെയാണ് ഞങ്ങൾ ദൈവസനിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്താണ്? ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കാണ് കർത്താവിന്റെ വചനങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കാൻ ഇടയായി തീരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നാം ഈ തിരുവചനം പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്? കർത്താവ് പറഞ്ഞത് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 19 മുതലാണെന്ന് തോന്നുന്നു. എന്തെഴുതിയിരിക്കുന്നു? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ തിരുവചനം എങ്ങനെ പഠിപ്പിക്കണം?
എന്താണ് പഠിപ്പിക്കേണ്ട രീതികൾ എന്താണെന്ന് കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം അടുത്തയിലേക്ക് പോകാൻ. 19-ാം വാക്യം 18 മുതൽ വാക്യം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 17 മുതൽ വായിച്ചതിലൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ ഓക്കെ സംബഡി ക്യാൻ റീഡ്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നോക്കുക, അപ്പൊ ദൈവത്തിന്റെ വചനം, അതെ, അവയെ ആചരിക്കുക, പഠിപ്പിക്കുക, ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം ലഭിച്ച ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇരുന്ന് ആവശ്യബോധത്തോടുകൂടെ പഠിക്കുകയാണ്. പക്ഷേ ഇത് ഈ ക്ലാസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ ആ പുസ്തകത്തിന്റെ പഠനം തീരുമ്പോൾ, ദൈവം നിയോഗിക്കുന്ന പോലെ സ്തോത്രം തീരുമ്പോൾ നിങ്ങൾക്ക് 100, 200, 200 പേജിന്റെ നോട്ട്സ് ഓൾറെഡി നിങ്ങൾക്ക് ആകും പിന്നീട്. സ്തോത്രം. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരു 10-90 പേജ് കൂടുതൽ നിങ്ങൾ എഴുതി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇപ്പോൾ നമ്മൾ 47-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 60 മണിക്കൂറിനകം നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് ആധാരമാക്കി അതിനെ കേന്ദ്രീകരിച്ച് വിവിധ വശങ്ങളിൽ നിന്ന് നമ്മൾ സന്ദേശങ്ങൾ കേൾപ്പാനിടയായിത്തീരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇത് അയവിറക്കണം, വല്ലപ്പോഴും ഇത് എടുത്തെടുത്ത് നോക്കണം. ആമേൻ, സ്തോത്രം. പഠിക്കുന്നത് വൃത്തിയായിട്ടും സിസ്റ്റമാറ്റിക്കലായിട്ടും പഠിച്ചാലേ അത് ജീവിതം തന്നെ ചിട്ടപ്പെട്ടു വരുവാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിന്റെ വചനം നാളെ നിങ്ങൾ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൂടെ അറിയണ്ടേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 28-ാം വാക്യം എന്താണ് വായിക്കുന്നത്? അതെ, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും മതി. അപ്പോ കർത്താവിന്റെ വചനം പറയുന്നത് സ്വപ്നം കണ്ട പ്രവാചകന് സ്വപ്നം വിവരിക്കട്ടെ. പക്ഷെ എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എങ്ങനെ വിവരിക്കണം, എങ്ങനെ പ്രസ്താവിക്കണം? അത് വിശ്വസ്തയോട് പ്രമാണിക്കണം. ചില ആളുകൾ ഇത് പഴങ്കഥയായിട്ടും കെട്ടുകഥയായിട്ടും ഒക്കെ ചിന്തിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, ഗോഡ്സ് വേർഡിന്റെ പ്രത്യേകതകൾ ഇംപെരിഷബിൾ ആണ്, ഇൻകമ്പയറബിൾ ആണ്, അത് പ്രഷ്യസ് ആണ്, അത് ഡിവൈൻ ആണ്. അപ്പോൾ ഈ വചന കാര്യങ്ങളെല്ലാം അപ്പം നമ്മളെ വിസ്തരിക്കാനാണെങ്കിലും ഈ ലോകത്തെ ന്യായം വിധിക്കാനാണേലും തമ്പുരാൻ തെളിവുകൾ മുഴുവൻ കൊണ്ടുവരും. എല്ലാം എടുക്കും. ഹബക്കുക്കിൽ വായിക്കുന്ന ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. യോശുവ കല്ലെടുത്ത് നാട്ടി ജനത്തോട്, പഴയ നിയമ ജനത്തെ കനാനിൽ അവരുടെ പിൻതലമുറകളെ എത്തിച്ചിട്ട് ദൈവത്തിന്റെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് പറഞ്ഞു, ഇതെല്ലാം ഈ കല്ല് കേട്ടിരിക്കുന്നുവെന്ന്. സ്തോത്രം. സഹോദരങ്ങളെ, കഴുതയുടെ വായി തുറന്ന് പ്രവാചകന് ബോധം വരുത്തിയത് നമ്മൾ വായിച്ചിട്ടില്ലേ? സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ദൈവത്തിന്റെ സകല സൃഷ്ടിക്കും കഴിയും. ഏലിയാവിനോട് ആഹാരം കൊടുക്കാൻ ദൈവം കാക്കയോടല്ലേ പറഞ്ഞു, മനുഷ്യനോടല്ലല്ലോ. അപ്പം ആഹാരം കൊടുക്കണമെന്നും കളക്ട് ചെയ്യണമെന്നും അതിന്റെ റൂട്ടും എല്ലാം ദൈവം പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് മനസ്സിലായോ? ഒരു പ്രവാചകനോട് പറഞ്ഞു, അമ്മേ നീ നിനവേക്ക് പോ. അവിടെ മിഷണറി ആയിട്ട് ആളിനെ വിടാൻ ദൈവം ആഗ്രഹിച്ച് പുള്ളി ടൂറിസ്റ്റ് ആയിട്ട് ഒരു ഷിപ്പിൽ ടിക്കറ്റ് എടുത്തേച്ച് പുള്ളി സ്ഥലം വിട്ടു. പോകുന്ന വഴിയിൽ ദൈവം അയച്ച ഒരു കാറ്റ് വന്നു. അതെ, ദൈവം കൽപ്പിച്ചിട്ട് ഒരു മത്സ്യം വന്നു. സ്തോത്രം. അതിനെ വിഴുങ്ങിക്കോ? വിഴുങ്ങി അല്ലേ? ഡൈജസ്റ്റ് ആയോ? ഇല്ല.
3 ദിവസം അതിനകത്തിട്ടു. പുള്ളി വിചാരിച്ചു ഇതിനെന്താ കാരണം എന്ന് ചോദിച്ചു, പറഞ്ഞു ഞാൻ ഈ പ്രശ്നത്തിന്റെ കാരണം. പക്ഷെ എന്നിട്ട് പുള്ളി അടിത്തട്ടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെയുള്ള ആളുകളും വീടുകളിലും ചർച്ചുകളിലുമുണ്ട്. പ്രശ്നത്തിനുള്ള എല്ലാ സൂത്രവും ഒപ്പിച്ചേച്ച് സ്തോത്രം കർത്താവേ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് ചർച്ചിലിരിക്കും. പ്രതി എന്നാലും പിടിക്കപ്പെടും, അവർ പൊക്കപ്പെടും കേട്ടോ. അതുകൊണ്ട് ഓർത്തോണം, എപ്പോഴും നമ്മൾ ചാരപ്പണിയോ എത്ര സ്നേഹിതരാണെന്ന് പറഞ്ഞാലും ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ ആമീൻ പറയരുത്. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുന്ന ഒരു ബെനിഫിറ്റിന്റെയും പുറകെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ദൈവകൃപ ചോർന്നു പോകുന്ന, ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ കയ്യിൽ ആയിരക്കണക്കിന് വഴികളുണ്ട്. ദൈവഹിതമില്ലാത്ത ഒരു ട്രാപ്പിനകത്തും പോയി വീഴാൻ ഇടവരാതെ നമ്മൾ വളരെ സൂക്ഷിക്കണം. വ്യാജ സ്നേഹത്തിന്റെ ഉൾമുറിയിൽ പതിയിരിപ്പ് തിരിച്ചറിയാതിരുന്ന ശിംശോന്റെ ജടകൾ മുറിഞ്ഞു പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്നേഹം നിർമ്മലമാണോ, ഒറിജിനലാണോ, ദൈവത്തിൽ നിന്നാണോ, അത് റിയലാണോ എന്നൊക്കെ നമ്മൾ വചന വെളിപ്പാടുണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ദൈവം കൽപ്പിച്ചാൽ കാക്കയ്ക്ക് ശബ്ദം മനസ്സിലാകും, ദൈവം കൽപ്പിച്ചാൽ കാറ്റിന് മനസ്സിലാകും, ദൈവം കൽപ്പിച്ചാൽ മത്സ്യത്തിന് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. ദൈവം കൽപ്പിച്ചാൽ ആവണക്ക് കിളിർത്ത് വരും. 50 വർഷത്തെ വളർച്ച ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ രാത്രി കൊണ്ട് ബദാം പൂത്ത് അഹരോനാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ശുശ്രൂഷ തെളിയിക്കാൻ പറ്റും. ദൈവത്തിന്റെ നാഴിക ചില പ്രത്യേക പർട്ടിക്കുലർ ടൈമുകളിൽ നിങ്ങൾക്ക് സമയം ഇല്ലെന്ന് തോന്നിയാലും, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇമ്പോസിബിൾ എന്ന് തോന്നിയാലും, ദൈവം പറഞ്ഞാൽ നടക്കാത്തത് നടന്നിരിക്കും. സ്തോത്രം. ഒരു വലിയ വൃക്ഷത്തെ ദൈവം കൽപ്പിച്ചാക്കി, പക്ഷേ പുഴുവിനോട് കൽപ്പിച്ചു, പിറ്റേ ദിവസം അത് കുത്തിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. റൈറ്റ്? അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കിന് ഏതിനോട് കൽപ്പിച്ചാലും ഏതിനോട് തൊട്ടാലും ആ ദൈവത്തിന്റെ വാക്കിന് പവറുണ്ട്. അതുകൊണ്ടാണ് ഒരുവന്റെ വാക്കിന് അവനോളം വിലയുള്ളതുപോലെ ദൈവത്തിന്റെ വാക്കുകളുടെ വാല്യൂസ്, പവർ, അതോറിറ്റി എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും കർത്താവ് ജീവിക്കുന്നുകൊണ്ടാണ് ഈ തിരുവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യിരെമ്യാവ് 23-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് എന്താണ്? അത് സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എന്റെ വചനം ലഭിച്ചവൻ വിശ്വസ്തയോട് പ്രമാണിക്കട്ടെ. ഈ നാളെയുടെ സമയങ്ങളിൽ നിങ്ങൾ തിരുവചനം പറഞ്ഞിട്ട് ഒരാൾ കൈക്കൊണ്ടില്ലെന്ന് വിചാരിച്ചവരെ ശപിക്കാനൊന്നും പോകരുത് കേട്ടോ. സ്തോത്രം. അവര് നമ്മുടെ സമയത്ത് വിടുവിക്കപ്പെട്ടാൽ ഭയങ്കര സന്തോഷം. അങ്ങനെയല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ജോലി നിയോഗം കൊണ്ട് വിതച്ചോണം, വിതച്ചത് അവിടെ കിടക്കും. നാളെ അവര് കളഞ്ഞാൽ തിരുവചനം പറയുന്നത് എന്റെ വചനത്തെ കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളഞ്ഞവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഒടുവിലത്തെ നാളിൽ ഈ വചനം അവരെ ന്യായം വിധിക്കും. കർത്താവ് പറഞ്ഞത് നമ്മൾ ഇടിച്ചു കയറി സുവിശേഷം പറയാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാൻ നിയോഗം ഉണ്ടെങ്കിൽ നിന്നിരിക്കണം. അതും ദൈവമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ഒരിടത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നെങ്കിൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ പറയും, ഓ നിങ്ങൾ എന്തിനാ 2 ചെരുപ്പിടുന്നത്, വടിയെടുക്കുന്ന എന്തിനാ, പൊക്കണം എടുക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലയോ? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഹലോ നിങ്ങൾ ഇതൊന്നും എടുക്കരുതെന്നല്ലയോ കർത്താവ് പറഞ്ഞേക്കുന്നത്? ഞാൻ പറഞ്ഞ അച്ഛൻ അതേ വായിച്ചിട്ടുള്ളൂ. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഇപ്പോൾ പൊക്കണമുള്ളവൻ എടുത്തോളാൻ. അത് വായിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അത് വായിച്ചിട്ടില്ല. അപ്പോ തിരുവചനം നമ്മൾ തർക്കവാദങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും അതിൻ്റെ ഒരു സെഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല ന്യായമായ ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ദൈവവചനം ഒരാൾ അക്സെപ്റ്റ് ചെയ്യാതെ പോയാൽ കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് എല്ലാ തെളിവുകളും നിരത്തി വെക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമുക്കറിയാം, ഒരു മരണം നടന്നാൽ, ഒരു കൊലപാതകം നടന്നാൽ, ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ ഫോറൻസിക് അവര് വന്നിട്ട് എന്ത് ചെയ്യും? അവർ ജീവശാസ്ത്രപരമായ എല്ലാ തെളിവുകളും ആദ്യം അങ്ങ് എടുക്കും, അല്ലെ? രക്തമെടുക്കും, ശരീരത്തിന്റെ സ്രവമെടുക്കും, മുടിയെടുക്കും, മറ്റ് ടിഷ്യൂസ് എല്ലാം എടുക്കും. എന്തിനാന്ന്? ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തെളിവുകളും അവരെടുക്കും. അതിന്റെ വിരലടയാളം എടുക്കും, കൈപ്പത്തിയുടെ അടയാളം എടുക്കും, പാദമുദ്രകൾ എടുക്കും, പിന്നെ എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമോ എല്ലാം എടുക്കും. നാര് വരെ എടുക്കും, മണ്ണെടുക്കും, സസ്യമെടുക്കും, പിന്നെന്താ ഗ്ലാസ്സിൽ നിന്ന് എടുക്കേണ്ടതെല്ലാം എടുക്കും, പാദരക്ഷയിൽ നിന്ന് എടുക്കും, വിരലടയാളങ്ങളെ എന്തെല്ലാം ഉണ്ടോ തെളിവായിട്ട് എല്ലാം എടുക്കും, DNA എടുക്കും. ഇതെല്ലാം എടുത്ത്
അവര് പരിശോധിച്ച് നോക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നാം അവന്റെ സൃഷ്ടിയാണ്. ഏറ്റുവിസിട്ട് കാര്യങ്ങൾ ദൈവം കളക്ട് ചെയ്യിപ്പിക്കും. സ്തോത്രം. അപ്പോൾ കല്ല് കേട്ടിരിക്കുന്നു എന്ന് യോശുവ പറയുന്നു. മണ്ണായിരുന്ന് ഇവിടെ ഇരുന്ന് കേൾക്കുന്നത്. ഈ മണ്ണാണ് സംസാരിക്കുന്നത്. വായല്ല സംസാരിക്കുന്നത്, വായിലൂടെ സംസാരിക്കുന്നത്. കണ്ണല്ല കാണുന്നത്, കണ്ണിലൂടെ കാണുന്നത്. ഹലോ, കാതല്ല കേൾക്കുന്നത്, കാതിലൂടെ കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നമ്മുടെ പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെയും കാതുണ്ടല്ലോ, എന്താ കേൾക്കാത്തെ? അങ്ങനെയുണ്ടെങ്കിൽ ജീവനുള്ള സൃഷ്ടിയാക്കി നമ്മളെ നിർത്തിയിരിക്കുന്ന തമ്പുരാന്റെ കരങ്ങളിൽ നാം വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ ജനത്തോട് പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസ്തയോടെ തന്നെ പഠിപ്പിക്കണം. അതിനകത്ത് ഒരു ഷുഗർ കോട്ടിങ്ങും പറ്റില്ല സഹോദരങ്ങളെ. ആസ് ഇറ്റ് ഈസ് ആയിട്ട്, അതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് അതുപോലെ ട്രാൻസ്ഫർ ചെയ്യണം. 2 Corinthians chapter 2 verse 17 പറയുന്നത് എന്താണ്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം, സ്തോത്രം, അതിന്റെ 17-ാമത് വാക്യം എന്തെഴുതിയിരിക്കുന്നു? വേഗം വായിക്കണേ. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. കണ്ടോ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം താനെ സംസാരിക്കുമ്പോൾ പറയുകയാണ്, നിർമ്മലതയോടെയാണ് സംസാരിക്കുന്നത്. അത് ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമുള്ളത് കളയുക. ഈ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ശുശ്രൂഷകൾ നമ്മൾ വ്യത്യാസം കൂടെ നമ്മൾ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. ആയിൽ തുടങ്ങി ആയിൽ അവസാനിക്കുന്ന പ്രസംഗങ്ങൾ ധാരാളം ഇന്ന് കൺവെൻഷൻ വേദികളിൽ കേൾക്കാറുണ്ട്. അവിടെ പ്രാസപ്രഹസനങ്ങളാണ്, അന്യദേവന്മാരുടെ പേര് പറഞ്ഞുള്ളത്, ഇതര മതങ്ങളുടെ ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ട്. ആ കാര്യം എന്താ? പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടണം. അങ്ങനെയുള്ള ഇതര മതസ്ഥരായ ആളുകളുടെ വേദങ്ങളും അതുപോലുള്ള സന്ദേശങ്ങളും ഇടതോരാതെ പറഞ്ഞുകൊണ്ട് ആളുകളെ ത്രസിപ്പിച്ച് കയ്യടി മേടിച്ച് അതിനും ആളുകൾ ആമീൻ പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എത്രയോ വലിയ കൺവെൻഷൻ വേദികളിലാണ് രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നേച്ച് അവർക്ക് സ്ഥലം കൊടുത്തേച്ച് ആ വിശുദ്ധമായ സ്ഥലത്ത്, ആ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സ്ഥലത്ത് രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, അഭിഷേകം പ്രാപിക്കാത്ത, മദ്യവും കഴിച്ച് ദുർമാർഗത്തിൽ ജീവിക്കുന്ന എത്രയോ ആളുകളെ വേദികളിൽ കൊടുത്ത്, എന്തിനിത് ആര് പറഞ്ഞു? ദൈവത്തോട് ചോദിച്ചിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പല വേദികളിലും വന്നിട്ട് അന്യദേവന്മാരുടെ നാമം ഉയർത്തിയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് സത്യമെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധന്മാരിയ്ക്കുന്ന ആ 10,000-കണക്കിന് പേരിയ്ക്കുന്ന സ്ഥലത്ത് ഇത് പറയിച്ചേച്ച് പോകുമ്പോൾ എത്രമാത്രം നേതാക്കന്മാരുടെ കണ്ണ് അന്ധമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് രാവിലെ സമയം ഞാൻ വളരെ ഭയത്തോടെയാണ് പറയുന്നത്, ഇതാ ഭരിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ. അതുകൊണ്ട് വചനം പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത്, ഒരു ജനറൽ കൺവെൻഷൻ വന്നാൽ, ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ വന്നാൽ അവിടുത്തെ ബ്ലോക്ക് മെമ്പറേയും അതെ MP-യെയും മന്ത്രിയൊക്കെ വിളിച്ചാൽ നല്ല കൊഴുപ്പാ. എന്റെ ചോദ്യം, ആര് പറഞ്ഞതിന്? അവിടെ മന്ത്രിസഭയിൽ ഒരു പാസ്റ്ററിനെ വിളിച്ച് പ്രസംഗിക്കുവോ? സഹോദരങ്ങളെ, ഈ തല തിരിയുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? അക്രമ രാഷ്ട്രീയങ്ങളിലേക്ക് പോകാൻ പിൻതലമുറയെ പ്രേരിപ്പിക്കുന്നു. സ്തോത്രം. ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് പ്രസംഗിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നത്, എനിക്കും ഒരു രാഷ്ട്രീയ നേതാവാകണം. നമുക്കറിയാം, നേതാക്കന്മാരാരും അങ്ങനെ മരിക്കുന്നത് കുറവാണ്. അണികളാണ് വാളുകേറി മരിക്കുന്നത്. അപ്പൊ കീജെ വിളിക്കാൻ പിള്ളേർ പോകും, പഠിത്തത്തെ ബാധിക്കും, ബസ് തല്ലി പൊട്ടിക്കാനും നാട്ടുകാർക്ക് കല്ലെറിയാനും ക്രിമിനൽ കേസിൽ പ്രതിയാകാനും പിള്ളേർ ജയിലിൽ കിടക്കാനുമുള്ള ഒരു വിത്തല്ലേ ഈ നേതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഇടുവാനായി വേദികൾ കൊടുക്കുന്നത്?
എന്റെ ചോദ്യം, രാഷ്ട്രീയക്കാരാണോ സഭ നയിക്കുന്നത്? ദൈവമക്കളെ, മൈ ജസ്റ്റ് ഷാൽ ബി, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അങ്ങനെയല്ലേ? മൈ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്, അങ്ങനെയല്ലേ തിരുവചനം പറയുന്നത്? സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ നേതാവ് രാഷ്ട്രീയക്കാരല്ല. അവരെ വെറുക്കണമെന്നോ അവരുമായി അതേ നല്ല ബന്ധം പുലർത്തരുതെന്നോ ഒന്നും അല്ല ഇതിനർത്ഥം. ആരാധന സ്ഥലത്ത് ആരാധനയ്ക്ക് യോഗ്യനായവന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്ക് കൊടുക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ഇവിടെ പറയുന്നു, മനുഷ്യരുടെ ജ്ഞാനം അല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, പിന്നെന്താ? ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും പിന്നെ എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണം വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ആമേൻ. അപ്പോൾ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ ആയിരുന്നു. അപ്പോൾ ദൈവവചനത്തിന്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഈ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച കർത്താവിനാൽ നിയുക്തമായി ചെയ്യുന്ന ശുശ്രൂഷയാണ്. പഴയ നിയമത്തിൽ ജനങ്ങളെ 3 വിഭാഗമായി നിർത്തിയിരുന്നല്ലോ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നടന്ന ദൈവപ്രവൃത്തിയാണ് ഈ മഹത്തരമായ ഭാഗ്യത്തിലേക്ക് കിട്ടിയത്. അവിടെ 3 തട്ടിൽ ജനം നിൽക്കുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്താണ്? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ശുശ്രൂഷയുടെ പ്രത്യേകത അതാണ്. മറ്റേത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്ത് പോകാനായിട്ട് മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ആ അപായം പറ്റിയാൽ, വ്യവസ്ഥ തെറ്റിയാണ് ശുശ്രൂഷയ്ക്ക് കയറുന്നതെങ്കിൽ ചെന്നെടുക്കാൻ പറ്റുകയില്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അരക്കെട്ട് കെട്ടി വെളിയിലേക്ക് കയറിട്ടേക്കണം. അതുകൊണ്ട് സമയം കഴിഞ്ഞാൽ എത്തിയില്ലെങ്കിൽ വലിച്ചു പുറത്തെടുക്കണം. അതിനാണ് നീളത്തിലെ കയറിട്ടിരിക്കുന്നത്. അത് ചുരുക്കി കെട്ടിയാണ് ഇന്ന് പലരും അത് കൊണ്ടുപോകുന്നത്. അതിന് അടയാളമായിട്ടാണ് അതവർ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നടന്ന കാര്യങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയണം. ചില വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചെടുക്കുക. ഒന്ന്, യേശുവിന്റെ രക്തത്തിലൂടെ നടന്നത് പാപമോചനമാണ്, മത്തായി 26:28. രണ്ടാമത്, യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് ജീവൻ ലഭിക്കുന്നു, യോഹന്നാൻ 5:53 വാക്യം. ആമേൻ. മൂന്നാമത്തെ പ്രത്യേകത, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സകല ആളുകളെയും പൗലോസിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞത് കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ജനമാണ് നാം എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 20:28 വാക്യം. നാലാമത്തെ പ്രത്യേകത, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ കർത്താവിനെ പരസ്യമായി നിർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് രക്തം മൂലം പ്രായശ്ചിത്തം, റോമർ 3:25. സ്തോത്രം. അപ്പോൾ അടുത്തത് അഞ്ചാമത്തെ പ്രത്യേകത, 1 പാപമോചനം, മാത്യു ചാപ്റ്റർ 26:28. 2 ലൈഫ് ലഭിക്കുന്നു, ജീവൻ, എറ്റേണൽ ലൈഫ്, ജോൺ ചാപ്റ്റർ 6:53. അടുത്തത് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടം. അപ്പൊ ഒരു ഫെലോഷിപ്പ് നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്, ഓർത്തോണം. അതിന് പ്രൈസ് കൊടുത്തത് കർത്താവിന്റെ ബ്ലഡ് ആണ്. ആക്ട്സ് ചാപ്റ്റർ 20:28. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം ഫോർഗീവ്നെസ് ഉണ്ടാകുവാൻ കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു, റോമൻ ചാപ്റ്റർ 3:25. അടുത്തത് വീണ്ടെടുപ്പാണ്. 1 പത്രോസ് 1:18-19. വീണ്ടെടുപ്പ് 1 പത്രോസ് 1:18-19. അതിന്റെ കൂടെ വെളിപ്പാട് 5:9, എഫെസ്യ ലേഖനം 1:7. ആറാമത്തെ പ്രത്യേകത, നമ്മുടെ കർത്താവ് മുഖാന്തരം ദൈവത്തോട് അടുക്കുവാൻ ഈ ബ്ലഡ് ആണ് കാരണമായി തീർന്നത്. എഫെസ്യ ലേഖനം 2-13 വാക്യം. ഏഴാമത്തെ പ്രത്യേകത, ബ്ലഡിലൂടെ, ക്രൈസ്റ്റ് ബ്ലഡിലൂടെ ലഭിച്ചതെന്ന് പറയുന്നത് പീസാണ്, സമാധാനം. കൊലോസ്യ ലേഖനം 1-20 വാക്യം. സമാധാനം.
എട്ടാമത്തെ പ്രത്യേകത, നമ്മുടെ മനസ്സാക്ഷിയിലെ നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിച്ചത്, സാന്റിഫൈ ചെയ്യാൻ, ഗുഡ് കോൺഷ്യസ് കിട്ടാനായിട്ട് യേശുവിന്റെ ബ്ലഡാണ് കാരണമായി തീരുന്നത്. ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 14. അപ്പോൾ യേശുവിന്റെ രക്തത്തിലൂടെയാണ് ഇതെല്ലാം നമുക്ക് നേടുവാനായി കഴിഞ്ഞത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. പഴയ നിയമത്തിൽ 7:1 കൂടെ പറയണം പാസ്റ്റർ. 6:7 കൊളോസ്യർ 1:20. അതെ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തിൽ പൗരോഹിത്യമായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടെ ചില കാര്യങ്ങൾ നടന്നു. എന്താണ്? പ്രധാനമായി 3 കാര്യങ്ങളാണ് അവിടെ നടന്നത്. എന്നേക്കുമായുള്ള നിത്യ വീണ്ടെടുപ്പ്. അതുവരെയും യാഗങ്ങളായിരുന്നു, പിന്നീട് സ്തോത്രം എന്ന യാഗമേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ആർക്കും വെറുങ്കയോടെ വരാനൊക്കത്തില്ല. ഒന്നീ കാളെ കൊണ്ടുവരണം, അല്ലെ പിന്നെ കാളക്കിടാവിനെ കൊണ്ടുവരണം, അല്ലെ ആടിനെ കൊണ്ടുവരണം, അല്ലെ ചെമ്മരിയാടിനെ കൊണ്ടുവരണം, അല്ലെ കോലാടിനെ കൊണ്ടുവരണം. ആമേ. അതിനെ നിവൃത്തിയില്ലാത്ത ഒരു പ്രാവിനെ കൊണ്ടുവരണം. ഒരു നിവൃത്തിയില്ലാത്തവനാണ് പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുവരണം. എന്നാൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതോടുകൂടി യാഗങ്ങൾക്ക് അവസാനം വരുത്തി. സ്തോത്രം. കാരണം ഒടുവിലത്തെ യാഗമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ പഴയ നിയമ ആരാധനയിൽ യാഗങ്ങൾക്ക് വിരാമം കുറിച്ചു. അപ്പോൾ യാഗമുണ്ടെങ്കിൽ മാത്രമേ പൗരോഹിത്യം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ എന്താണ്? ഈ യാഗം മാറിയെങ്കിൽ പൗരോഹിത്യവും മാറും. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ മഹാപുരോഹിതന്മാർ ഇങ്ങനെ പല ചോദ്യങ്ങൾ അവന്റെ മുന്നിൽ ഉന്നയിച്ചു. എന്നാൽ നമ്മുടെ കർത്താവ് വിസ്തരിക്കുന്ന സമയത്ത് അവനോട് ചോദിച്ചു, നീ ദൈവപുത്രൻ തന്നെയാണോ? ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഉവ്വ്, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് കർത്താവ് ഇങ്ങനെ പറയാനിടയായി. കർത്താവ് അത് പറയുമ്പോൾ ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി, പൗരോഹിത്യ വസ്ത്രം വലിച്ചു കീറി. അപ്പോൾ ലേവ്യ പൗരോഹിത്യം കൊടുക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഈ വസ്ത്രത്തിന്റെ കാര്യത്തെക്കുറിച്ച്. അതിനൊരു ലോ കൊടുത്തായിരുന്നു. എന്താണ് ആ ലോ എന്ന് നിങ്ങളൊന്ന് വായിച്ചേ. ഒരാൾ വായിക്കേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം, അതിന്റെ 64-65 വാക്യം വായിക്കണം. ആ വാക്യത്തിന്റെ അവിടെ തന്നെ നിങ്ങൾ ലേവ്യ 21-ന്റെ 10-ാം വാക്യം നിങ്ങൾ കുറിച്ചും വയ്ക്കണം. ഒരാളിൽ ലേവ്യ പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? യേശു അവനോട് ഞാൻ ആകുന്നു. യേശു അവനോട് ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി. മനസ്സിലാകുന്നുണ്ടോ? മഹാപുരോഹിതൻ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അതുവരെയും അവർക്ക് പൗരോഹിത്യം നൽകിയിരുന്നു. പൗരോഹിത്യത്തിന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഈ ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി. കർത്താവ് മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വസ്ത്രത്തിനൊരു ലോ കൊടുത്തിരുന്നു. എന്താണല്ലോ? ലേവ്യ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ
തന്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. നോക്കുക, അഭിഷേക തൈലം അതേ പകരപ്പെട്ട വ്യക്തി എന്ത് ചെയ്യരുത്? വസ്ത്രം വലിച്ച് പറിക്കരുത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? തലമുടി പിച്ചിപ്പറിക്കരുത്. തലമുടി പിച്ചി പറിക്കരുത്. നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ വരയിടേണ്ട ഭാഗമാണ്. ഓക്കെ, ഇനി 10-ാമത്തെ അധ്യായം അതിന്റെ 6-ാം വാക്യം കൂടെ നോക്കിക്കേ. പിന്നെ മോശ അഹരോനോടും അവന്റെ പുത്രന്മാരായ എലയാസരോടും ഈഥാമരോടും നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. കണ്ടോ? അപ്പൊ 2 സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞു, മഹാപുരോഹിതന്മാർ വസ്ത്രം കീറരുത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? സ്തോത്രം. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? യാഗങ്ങൾ തീരാൻ പോവുകയാണ്. പഴയ നിയമ യാഗം തീരാൻ പോകുന്നത് കൊണ്ട്, ക്രിസ്തു യാഗമാകാൻ പോകുന്നത് കൊണ്ട് പൗരോഹിത്യവും അവിടെ കീറപ്പെടുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ശരിയായ നിലകളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്രായേൽ മക്കളുടെ ആരാധനാലയത്തിൽ ഒരു വലിയ തിരശ്ശീല ഉണ്ടായിരുന്നു. കർത്താവ് പ്രാണനെ വിട്ടപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? മത്തായി 27-ാം അധ്യായം അതിന്റെ 50-51 വാക്യങ്ങൾ. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല യേശു പിന്നെ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. നോക്കുക, അപ്പോ കർത്താവിന്റെ ക്രൂശുമരണം നടന്നപ്പോൾ, പ്രാണനെ വിട്ടപ്പോൾ ദൈവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേന്നായിരുന്നെങ്കിൽ ആരേലും വലിച്ചു കീറിയെന്ന് പറയാറുണ്ടല്ലേ, മുകളിൽ നിന്ന് താഴോട്ട് 2 കീറിപ്പോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, യാഗം തീർന്നു. യാഗം തീർന്നപ്പോൾ അവിടെ പൗരോഹിത്യം അവസാനിക്കുന്നു. പിന്നെ നമുക്ക് പൗരോഹിത്യമുണ്ട്, അത് ഞാൻ അതിൻ്റെ കൂടെ നിങ്ങളോട് ചേർത്ത് അത് പറയാം. അത് നോർമലായിട്ടുള്ള പ്രീസ്റ്റ്ഹൂഡിൽ നിന്ന് നാം എത്തിയിരിക്കുന്നത് പിന്നീട് റോയൽ പ്രീസ്റ്റ്ഹൂഡിലേക്കാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ പൗരോഹിത്യത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടു കൂടി ആമേ രാജകീയ പൗരോഹിത്യത്തിലേക്ക് മാറി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സ്തോത്രം. നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ 1 യാഗം സ്റ്റോപ്പായി, 2 പൗരോഹിത്യം സ്റ്റോപ്പായി, 3-ാമത് ദൈവാലയത്തിലെ തിരശ്ശീല 2 ചീന്തിയപ്പോൾ അവൻ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞെന്ന എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതന്മാർക്ക് നിൽക്കാൻ ഒരു സ്ഥലം, പുരോഹിതന്മാർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം, ജനത്തിന് നിൽക്കാനുള്ള സ്ഥലം. ജാതികൾക്ക് അതിന്റെ പുറകിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ, പാളയത്തിന് പുറത്താണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുകൂടി ഈ വിഭാഗീയത മുഴുവൻ ഇടിച്ചു കളഞ്ഞു. അവൻ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു, ഇരുപക്ഷത്തെ ഒന്നാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുവരെയും പുരോഹിതന്മാർക്കോ ന്യായാധിപന്മാർക്കോ പ്രവാചകന്മാർക്കോ രാജാക്കന്മാർക്കോ മാത്രമായിരുന്നു അഭിഷേകം ലഭിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഒന്നീ പ്രവാചകന്മാരുടെ മേൽ അഭിഷേകം വരും, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ മേൽ, അല്ലെങ്കിൽ ചില രാജാക്കന്മാരെ അനോയിന്റ് ചെയ്യുവാൻ നേരം, അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ മേൽ. പക്ഷേ യോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, I will pour my spirit upon all flesh. അന്ത്യകാലത്ത് the end time I will pour upon my spirit upon all flesh. എല്ലാ ജഡത്തിന്റെ മേലും
എന്റെ ആത്മാവിനെ പകരും. നോക്കുക, Amen. എത്ര സ്തോത്രം, മഹത്തായ സ്തോത്രം. കാര്യം. പ്രവാചകന്മാർക്ക് മാത്രമുണ്ടായിരുന്നത്, പുരോഹിതന്മാർക്ക് മാത്രമുണ്ടായിരുന്നത്, ന്യായാധിപന്മാർക്ക് മാത്രമുണ്ടായിരുന്നത്, ചില രാജാക്കന്മാർക്ക് മാത്രമുണ്ടായിരുന്ന ആ അഭിഷേകത്തെ ദൈവം ഇനി ബാലന്മാർക്കും വൃദ്ധന്മാർക്കും ദാസന്മാർക്കും ദാസിമാർക്കും യൗവനക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ പകരാൻ യേശുക്രിസ്തു മുഖാന്തരം ഇടയായി. പുതിയ നിയമത്തിലെ ശുശ്രൂഷയുടെ ഓഫീസസ് എന്ന് പറയുന്നത് 5 അത് അത് നിങ്ങൾ വായിച്ചാൽ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ അവിടുത്തെ പ്രത്യേകത കാണാൻ പറ്റും. എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. നോക്കുകയെ, നിങ്ങളത് വരയിടണം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ അതെ പ്രവാചകന്മാരായും പിന്നെ ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും. നോക്കുക, പിന്നെന്താ അടുത്തത്? ഉപദേഷ്ടാക്കന്മാരായിട്ട്. എന്താണ്? അപ്പോസ്റ്റൽസ്, ദെൻ പ്രൊഫറ്റ്, ദെൻ എന്താണ്? അതെ പാസ്റ്റേഴ്സ്, ദെൻ ഇവാഞ്ചലിസ്റ്റ്, പിന്നെന്താ? അതെ ടീച്ചേഴ്സ്. ഇങ്ങനെ 5 തസ്തികകളിലായിട്ടാണ് മിനിസ്ട്രി. എങ്ങനെയാണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച തമ്പുരാൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവവചനം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഇതിൽ നിന്ന് അപ്പോസ്തോലിക് മിനിസ്ട്രിക്കായി ആളുകൾ വേർതിരിയപ്പെടട്ടെ. ആമേൻ. പ്രവാചക ശുശ്രൂഷയ്ക്കായി ആളുകൾ വേർതിരിയപ്പെടട്ടെ. ആമേൻ. ഇടയ ശുശ്രൂഷയ്ക്കായി ആളുകൾ വേർതിരിയപ്പെടട്ടെ. ആമേൻ. സുവിശേഷരായിട്ട് ആളുകൾ വേർതിരിയപ്പെടട്ടെ. ചിലരെ ദൈവവചനം സിസ്റ്റമാറ്റിക്കലി പഠിപ്പിക്കാനുള്ള ടീച്ചിങ്ങിന്റെ ആ ഒരു നിയോഗത്തിലേക്ക് അനേകർ വരട്ടെ എന്നുള്ളതും കൂടെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പണിയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഏതെല്ലാം സഭകൾ തമ്മിൽ പ്രശ്നങ്ങളാണ്. ഓ, എന്റെ സഭ, നിന്റെ സഭ, ഞാനുണ്ടാക്കി, നീ ഉണ്ടാക്കി. ഈ സഹോദരങ്ങളെ, ആരാ ക്രൂശിക്കപ്പെട്ടത്? ഹൂ പെയ്ഡ് ദ പ്രൈസ്? യേശുവിന്റെ രക്തമാണ് സഭയ്ക്ക് പ്രൈസായിട്ട് നൽകിയത്. നിങ്ങൾ മനസ്സിലാക്കണം. 1 കൊരിന്തി 3-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. എല്ലാവരും ആ വേദപുസ്തകം എടുത്ത് 1 Corinthians chapter 3 verse 12 and 13 എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ പറയുന്നത്, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നോക്കുക, ആ ദിവസം അതിനെ തെളിവാക്കും. അപ്പൊ ഇനി അത് നിങ്ങൾ അതിന്റെ 9 മുതൽ താഴോട്ടൊന്ന് വായിച്ചാൽ, 8 മുതൽ താഴോട്ട് വായിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും തന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ, ഓരോരുത്തരും. അപ്പോൾ ആ കാലത്ത് കൊരിന്തി സഭയിൽ ഇച്ചിരി പൊളിറ്റിക്സ് ഒക്കെ അകത്ത് കയറി വന്നു. അവര് ഇടയിലെ ചേരി തിരിഞ്ഞ് ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടായി. പൗലോസ് അത് അറിഞ്ഞിട്ട് 3 മുതൽ വായിച്ചാൽ താഴോട്ട് വായിക്കാം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. 4-ാം വാക്യം മുതൽ എന്താ പറയുന്നത്? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? എന്താണ് ഗ്രൂപ്പിസം? ഗ്രൂപ്പിസം ചർച്ചിൽ കയറി വന്നാൽ ഓർത്തോണം, ചർച്ചിൽ ജഡീകന്മാർ എഴുന്നേറ്റ് കഴിഞ്ഞു. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അപ്പല്ലോസ് ആര്, പൗലോസ് ആര്, തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കുവാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. പൗലോസിന്റെ പക്ഷം നിന്നപ്പം, ആട്ടമോനെ എന്റെ പക്ഷത്തെങ്കിലും നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഉണ്ടല്ലോ എന്നാ പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞേ? നോ 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 നോ. പൗലോസിനോടൊപ്പം പക്ഷം പിടിക്കാൻ നിന്നവരെയും ശാസിച്ചു. കാരണം അവിടെ ക്രിസ്തുവാണ് അവരുടെ ഉള്ളിൽ ഉരുവായിരിക്കുന്നത്. വളരെ ലേറ്ററായിട്ട് ആ വചനം പുറത്തു കഴിഞ്ഞപ്പോൾ സഭയുടെ നേതാക്കന്മാരെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു. എത്രയോ സംഘടനകളിൽ
നേതാക്കന്മാർക്ക് വേണ്ടി അടികൂടുന്നവരുണ്ടെന്ന് അറിയാം. സ്തോത്രം. എനിക്ക് പേഴ്സണലി പല ചർച്ചകൾ അറിയാം. അവരുടെ എതിർകക്ഷിയുടെ നേതാവ് വരുമ്പോൾ ആ കക്ഷിയോടുള്ള താല്പര്യമുള്ളവർ മാത്രമേ വചനം കേൾക്കുമ്പോൾ സ്തുതിക്കൂ. അന്നേരം അവർക്ക് ഭയങ്കര ആരാധനയാണ്. അവരുടെ എതിർകക്ഷി വന്നാൽ ഒരു സ്തോത്രം പോലും പറയത്തില്ല. കാരണം അവർ വെൽ പ്ലാൻഡാ. ആരും മിണ്ടിയേക്കരുത്, ആരും സ്തോത്രം പറയണ്ട, ആരും പാടുകയും വേണ്ട. സഹോദരങ്ങളെ, ഇങ്ങനെ പൈശാചികത സഭയ്ക്കുള്ളിൽ കയറി കൂടുമ്പോൾ ഓർത്തുകൊള്ളേണം, സഭ ജട്ടികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നത്തേതിൽ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുകയും അത് അക്രമമായി മാറുകയും തലമുറ ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതിന് അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ അത് തടങ്കലായി മാറുകയും ചെയ്യുന്നുള്ള കാര്യം തിരിച്ചറിയണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല, പിന്നെന്താ, വളരുമാറാക്കുന്നവനത്രേ കാര്യം. അതുകൊണ്ട് വായിക്കുന്നു, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ തന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ട് കൃഷിക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഇനി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 10 മുതലുള്ള വാക്യങ്ങളോട് വായിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാനുമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഇനി ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അടുത്ത 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ കാണുന്നത്, ആരെങ്കിലും 1 പൊന്ന്, 2 വെള്ളി, 3 വിലയേറിയ കല്ല്, 4 മരം, 5 പുല്ല്, 6 വൈക്കോൽ എന്നിവ പണിയുന്നെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പണി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. നോക്കുക, അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം, 6 വിധത്തിലുള്ള പണിയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കച്ചിത്രു പോലെ ചെറുത് സഭ വലുതാക്കി വെക്കും. തീ വീണാൽ അതിലൊരു കരിക്കട്ട പോലും കിട്ടത്തില്ല. കിട്ടുവോ? കിട്ടത്തില്ല. ഓ, എന്റെ ചർച്ചിൽ 1000 മെമ്പേഴ്സ് ഉണ്ട്, 1000 പേരുണ്ട്. ഒരുപാട് മെഗാ ചർച്ച് ആകുമ്പോൾ ഓർത്തോണം, നിങ്ങൾക്ക് പേഴ്സണൽ അറ്റൻഷൻ ഒന്നും കിട്ടത്തില്ല. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സെൽ ഗ്രൂപ്പിലുള്ളവർ കാണും. അവർക്ക് കാഴ്ചപ്പാടുണ്ടേ കൊണ്ട് ഇല്ലേലില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ രൈത്തും നിങ്ങളുടെ ദശാംശവും നിങ്ങളുടെ സംഭാവനകൾ മറിഞ്ഞ് അവിടോട്ട് പോയി മില്യൺ കണക്കിന് അവരുടെ പ്രൊജക്ടുകളിലേക്ക് അവർ പോകും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം മടക്കാൻ നിങ്ങളുടെ ദൈവദാസനുണ്ടോ? നിങ്ങളുടെ ഒരു കുഞ്ഞിന്റെ വിഷയം വന്നോ, ഉപവസിക്കാൻ കൂടെ ആളുണ്ടോ? നിങ്ങളുടെ വിഷയത്തിനായി പേഴ്സണലി ഒന്ന് ക്ഷേമമന്വേഷിപ്പാൻ, നിങ്ങളോടൊന്ന് സംസാരിപ്പാൻ, നിങ്ങളോടുകൂടെ ഒരു അല്പസമയം ചെലവഴിക്കാൻ നിങ്ങളുടെ ദൈവദാസനെ കിട്ടുന്നുണ്ടോ? ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്? തമ്പുരാന്റെ വചനം പറയുന്നു, നിന്റെ ആടുകളുടെ സ്ഥിതി അറിയാൻ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ പൊന്നുകൊണ്ട് പണിയുന്നവരുണ്ട്, വെള്ളി കൊണ്ട് പണിയുന്നവരുണ്ട്, അതെ, വിലയേറിയ കല്ല്, മരം, വൈക്കോൽ. അപ്പൊ എന്താ? അപ്പൊ വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു, പൊന്ന് വിലയേറിയ വിശ്വാസത്തെ കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മാധുര്യമേറിയതും അടിസ്ഥാനപരവും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥാപിതവുമായ കാര്യങ്ങളുടെ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു ജനതയാണ് ദൈവത്തിന് ആവശ്യം എന്നുള്ള കാര്യം ഓർക്കണം. ഇതെല്ലാം ഫയറിലൂടെ കടന്നു പോകും, തീ ശോധന ചെയ്യും. മനസ്സിലായോ? നമ്മൾ വെക്കുന്ന റിപ്പോർട്ട് ഒന്നും അല്ല സഹോദരങ്ങളെ ഒറിജിനൽ. കർത്താവ് കൃത്യമായിട്ട് കണക്ക് അവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് രാവിലത്തെ സമയം നാം ഈ തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ ഓർക്കണം, അപ്പോൾ പഴയ നിയമത്തിൽ ഉള്ള ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായൊരു ശുശ്രൂഷയിലേക്ക് പുതിയ നിയമം മാറപ്പെടുകയാണ്. നിങ്ങൾ വായിക്കണം 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ പൗരോഹിത്യം അതോടുകൂടി അവസാനിച്ചു. അപ്പോൾ ആളുകൾക്ക് ന്യായമായൊരു ചോദ്യം, അപ്പോൾ ഇപ്പോഴുള്ള പൗരോഹിത്യം ഒന്നും പൗരോഹിത്യം അല്ലയോ പാസ്റ്ററെ? എന്താണ് വേദപുസ്തകം മറുപടി പറയുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വസ്ത്രാലങ്കാരത്തോടുകൂടിയുള്ളതായിരുന്നു പഴയ നിയമം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകമായൊരു വസ്ത്രം പറയുന്നില്ല, യോഗ്യമായ വസ്ത്രമെന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ കർത്താവാണല്ലോ ശ്രേഷ്ഠ മഹാപുരോഹിതൻ.
അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, സുവിശേഷകന്മാരുടെ സുവിശേഷകനാണ്, പ്രവാചകന്മാരുടെ പ്രവാചകനാണ്, പുരോഹിതന്മാരുടെ പുരോഹിതനാണ്, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനാണ്. എന്താണ് യൂദ മഹാപുരോഹിതന്മാരുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞത്? ഞാൻ ഏവനെ ചുംബിക്കുമോ അവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? യേശു ക്രിസ്തുവിന് ഒരു പർട്ടിക്കുലർ ഡ്രസ് കോഡ് ഇല്ലായിരുന്നു. തന്റെ ശിഷ്യന്മാരുടെ കൂട്ട് യേശുവും സാധാരണ യഹൂദ വസ്ത്രം ധരിച്ച് നടക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുക. ആളുകൾക്ക് അറിയത്തില്ല യേശു ക്രിസ്തു ആരാണ്. സഹോദരങ്ങളെ, ഇന്ന് എന്തെല്ലാം രീതികളിലാണ് നാം കണ്ടുവരുന്നത്. യോഗ്യമായ വസ്ത്രം ധരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ ആമേൻ, വേഷഭൂഷാദികളോട് പ്രത്യേകമായ സംവിധാനങ്ങളും ഒക്കെ ചെയ്ത് ആളുകളുടെ മുമ്പിൽ ഞങ്ങളാണ് ദൈവത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന ആ പ്രവണത കർത്താവ് കർക്കശമായി ശാസ്ത്രിമാരോടും പരീശന്മാരോടും മഹാപുരോഹിതന്മാരോടും കർക്കശമായി അവരോട് വാദിപ്പാനിടയായി. അവരുടെ ലക്ഷ്യം വിധവകന്മാരുടെ വീട് വിഴുങ്ങുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. അവരുടെ പൊടിപ്പും തൊങ്ങലും വസ്ത്രത്തിൽ വിശേഷമായ അലങ്കാരങ്ങളും ഒക്കെ വെച്ച ആളുകളെ സ്വാധീനിക്കുക എന്നുള്ളതായിരുന്നു. അവർ ഭാരമേറിയ ചുമട് ജനത്തിന്റെ മേൽ വെച്ചു, അവരുടെ വിരൽ കൊണ്ടുപോലും അതിനെ തൊട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കടുത്ത ശിക്ഷാവിധി വരുന്നുണ്ട്. നിങ്ങൾ വായിക്കുക പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പൊ ശ്രദ്ധിക്കണേ ദൈവമക്കളെ, നമ്മൾ ഓരോ വാക്കുകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോ എന്ന് പറഞ്ഞാൽ ആരാണ്? വീണ്ടെടുക്കപ്പെട്ടവർ. ആരാ? യേശുവിനെ ഉള്ളിൽ കൈക്കൊണ്ടവർ. ആരാണ്? ലോകത്തെ വെറുക്കാൻ ഇറങ്ങിത്തിരിച്ചവർ, ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പാൻ ആഗ്രഹിച്ചവർ. ദൈവമക്കളെ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നമ്മുടെ ബൈബിൾ ക്ലാസ്, ഈ സെമിനാരി പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. പ്രത്യുത ഏതൊരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക എന്നുള്ളതാണ്. പാട്ടം മാലിന്യമില്ലാത്ത ഒരു കൂട്ടം ആത്മാക്കളെയും ഒരു കൂട്ടം ദർശനമുള്ള ജോലിയോടൊപ്പം മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽസിനെ എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പവർഫുള്ളി എക്വിപ്പ് ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമായി വചനം പറയുന്നത്. നമ്മൾ എവിടെയായിരുന്നു? ചിലര് പറയും ഞങ്ങൾ ഇന്ന പാരമ്പര്യത്തിലായിരുന്നു. ഒരു ചുണ്ണാമ്പുമല്ല. നിങ്ങൾ എവിടെ ആയിരുന്നു? അന്ധകാരത്തിലായിരുന്നു. അപ്പൊ അന്ധകാരത്തിന്റെ പാരമ്പര്യത്തിന് വല്ലതും പ്രസക്തിയുണ്ടോ? ഇരുട്ടിലായിരുന്നെങ്കിൽ ഇരുട്ടിന്റെ സ്വഭാവമായിരുന്നല്ലോ, ഇരുട്ടിന്റെ പ്രവർത്തികളായിരുന്നല്ലോ, ഇരുട്ടിന്റെ അധികാരമായിരുന്നല്ലോ. അബ്രാം പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം, നോട്ട് എ ലൈറ്റ് ബട്ട് എ ഗ്രേറ്റ് ലൈറ്റ്, അല്ലേ? പ്രൈസ് ലോർഡ്. സൂര്യനിൽ കവിഞ്ഞ ഒരു വലിയ വെളിച്ചം എന്റെ മേൽ മിന്നി, ഞാനും എന്റെ കൂടെയുള്ളവരും നിലത്ത് വീണെന്ന് വായിച്ചിട്ടില്ലേ നമ്മൾ? അതെ, അഗമ്യ ജ്യോതി എന്ന് ഹിന്ദിയിൽ പറയും. ദൈവത്തിന് സ്തോത്രം. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പോരാട്ടങ്ങൾ, ബന്ധനങ്ങൾ, ആ മന്ത്രവാദ പോരാട്ടം, ഈ മന്ത്രവാദ പോരാട്ടം. സഹോദരങ്ങളെ, സാത്താന് വണ്ടിക്കൂലിയൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ വീടിന്റെ പുറകിൽ കാണും അവൻ. പക്ഷെ അകത്ത് കയറാൻ പറ്റാത്ത എന്താണെന്നറിയോ? രക്തം അടയാളമായിട്ടിരിക്കുന്നുണ്ടാ. എന്താ? നിങ്ങളെ വിലക്ക് മേടിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പോക്കും മറുപ്പും എല്ലാം ഒരു പക്ഷേ സാത്താൻ മനസ്സിലായെന്ന് വരും. പക്ഷെ തൊടണമെന്നുണ്ടെങ്കിൽ വീണ്ടെടുത്തും പെർമിഷൻ കൊടുക്കണം. അത് പത്രോസിനോട് പറഞ്ഞു, അമ്മേ പത്രോസേ, ശിമോനെ പല പ്രാവശ്യം നീ അറിഞ്ഞില്ലെങ്കിലും നിന്നെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ച് പലവട്ടം അവൻ എന്നോട് പെർമിഷൻ ചോദിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രവാചകന്മാർ ഈ പരിപാലനം കാണാതെ അവരുടെ കാശ് കീശയെ വരുത്താൻ വേണ്ടി പോരാട്ടം പറയും. പോരാട്ടം പറഞ്ഞെങ്കിലേ പ്രവേശനം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ചയിലും വിളിക്കും, പാസ്റ്ററെ ആ വിഷയം പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണേ. അക്കൗണ്ട് നമ്പർ മേടിച്ച് നമ്മൾ കാശ് അയച്ചു കൊടുക്കും. സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ ദൈവസ്ഥനെ കമന്ന് വീടിന്റെ വീഴുന്നില്ല. നമ്മൾ പ്രാപിക്കേണ്ട ദൈവഗുരു പ്രാപിക്കുന്നില്ല. എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെന്ന് നീ മരിക്കുമ്പോൾ നിന്റെ തലമുറ പറയണം. എന്റെ പപ്പ മുഴങ്കാൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നുവെന്ന് നിന്റെ കുഞ്ഞ് പറയണം.
നിന്റെ അധരത്തിൽ നിന്ന് വീഴുന്ന ആത്മനിറവിലുള്ള പ്രാർത്ഥന യേശുവിന്റെ രക്തം ചെയ്യും ക്ഷണത്തിൽ സ്ഥിതി മാറ്റുന്ന ഒരു തലത്തിലേക്ക് മാതാവേ, നിന്റെ പ്രാർത്ഥന നിന്റെ തലമുറയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന തലത്തിലേക്ക് പ്രാപിച്ച ദൈവകൃപ, പ്രാപിക്കാനുള്ള ദൈവകൃപ ദൈവം നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ ഷോർട്ട് കട്ട് അല്ല, കെയർ ഓഫ് പ്രയർ അല്ല നിനക്ക് ആവശ്യം. നീ ഇരിക്കേണ്ടടുത്ത് നീ ഇരിക്കെ, നിന്റെ മുറിയിൽ കർത്താവ് ഇറങ്ങി വരും. ഓ, യേശുവിന്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണം ഘോഷിക്കാൻ. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഘോഷിക്കുന്ന ക്രിസ്തുവിന്റെ സൽഗുണമാണോ? ഓരോരുത്തരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചതഞ്ഞ് നടക്കുക. നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത്? അവന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് എന്തും ഇടാം, എങ്ങനെയും ജീവിക്കാം, ഒരു കുഴപ്പമില്ല. കാര്യം എന്താണ്? കുറ്റം പറയുമ്പോൾ വ്യൂവേഴ്സ് കൂടും, അപ്പൊ അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. അതിന് മോശമായ ചിത്രങ്ങളും മോശമായ കാര്യങ്ങളും എന്തെല്ലാം ചെറിയ കാര്യങ്ങളാണ് ഇന്നെടുത്ത് അത് തീയിട്ട് ലോകം മുഴുവൻ നാറ്റുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവവേദിലെ നീ ഒരാളുടെ കുറ്റവും ആരെങ്കിലൊക്കെ പറയാൻ പോകുന്നു. കാരണം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആ വലുതിൽ ജയിച്ചാലും ചെറുതിൽ തെറ്റിപ്പോറില്ലേ? നമ്മള് ചില പ്രവൃത്തിയിൽ തെറ്റും, വാക്കിൽ തെറ്റിപ്പോറില്ലേ? കർത്താവ് പറഞ്ഞ് വിധിക്കരുത്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളും അറിഞ്ഞോടി എന്നും ചോദിച്ച് ഫോർവേഡ് ചെയ്യരുത് കേട്ടോ. സ്തോത്രം. സ്നേഹത്തിന്റെ ബഹുത്വം, അതേ യഥാർത്ഥ സ്നേഹം പാപത്തിന്റെ ബഹുത്വം മറയ്ക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഒരു പെൺകുഞ്ഞുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മറ്റൊരാളുടെ പെൺകുഞ്ഞിന്റെ വീഴ്ചയോ താഴ്ചയോ കുറ്റമോ കേട്ടാൽ നിങ്ങൾ ഒരിക്കലും അത് പരസ്യമാക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ കൂട്ടു സഹോദരന്റെ ആൺകുഞ്ഞിന് ഒരു വിഷയമുണ്ടായി, ഒരു വീഴ്ചയുണ്ടായി, ഒരു പാളിച്ചയുണ്ടായി, ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, കൂട്ടുകെട്ടിൽ അകപ്പെട്ട ഒരു കുറവ് സംഭവിച്ചു, ഉടനെ നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടരുത്. കാരണം നിനക്ക് മക്കളിൽ ഇപ്പം പ്രായമായെങ്കിൽ കൊച്ചുമക്കൾ വരുന്നുണ്ട്. സ്തോത്രം. ഇതെല്ലാം അളന്നു കുറിച്ച് 100 മടങ്ങ് തിരിച്ചു മേടിക്കുമ്പോൾ ചങ്ക് പൊട്ടത്തുള്ളൂ. അതുകൊണ്ട് ആരുടെയും വീഴ്ചയിൽ നിങ്ങൾ ആഘോഷിക്കരുത്, ആരുടെയും കുഞ്ഞുങ്ങളുടെ തകർച്ചയിൽ നിങ്ങൾ സന്തോഷിക്കരുത്. ദൈവത്തിന്റെ ന്യായവിധിയാ, അതെനിക്ക് അന്നേ അറിയാം എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കരുത്. ഓർത്തിരുന്നു കൊള്ളണം. സ്തോത്രം. പച്ചപ്പാവല പഴുത്ത പാവലയെ നോക്കി ചിരിക്കും, വീണല്ലോടാന്ന്. നിന്റെ സ്ഥിതി ഇതാ. എന്താ? നീ പ്രായമാകുമ്പോൾ അത് കറക്റ്റായിട്ട് പഴുക്കും, പിന്നെ ചെറിയ കാറ്റിൽ നീ താഴെ വീഴും. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ടുപോകാനെന്നും കൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. അപവാദത്തിന്റെ നാവായി നിങ്ങളുടെ നാവ് മാറരുത്, ദൂഷണത്തിന്റെ നാവായി നിങ്ങൾ മാറരുത്. നിങ്ങളുടെ നാവ് നുണ കേൾക്കാനായിട്ടോ നുണ പറയാനായിട്ടോ എത്ര സ്നേഹിക്കുന്നവരാണേലും നിങ്ങളുടെ ക്യാരക്ടർ അവരുടെ സ്വഭാവത്തെ മാറ്റണം. കാരണം ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്നേഹിതരുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ നിങ്ങളുടെ ജീവിതം കൊണ്ടും സമീപനം കൊണ്ടും സംസാരം കൊണ്ടും കഴിയുള്ളൂ എന്നും കൂടെ ഞാൻ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണം ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം. അതാണ് പഴയ നിയമത്തിലെ പ്രീസ്റ്റ്ഹുഡ് പോയെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റിൽ വന്നപ്പോൾ അത് കുറച്ചുകൂടെ പ്രമോഷനായി. എങ്ങനെയായി? അത് രാജകീയ പൗരോഹിത്യമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ ശ്രേഷ്ഠവരങ്ങൾ വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. പഴയ നിയമത്തിൽ വിരളിലെണ്ണാൻ മാത്രമേ ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാഴ്ചപ്പാടുള്ള എത്രയോ പ്രവാചകന്മാർ ഇന്നുണ്ട്, എത്രയോ പ്രൊഫറ്റ്സുകളുണ്ട്, എത്രയോ പാസ്റ്റേഴ്സ് ഉണ്ട്, അപ്പോസ്തലിക് മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട്, എത്രയോ സുവിശേഷകന്മാരുണ്ട്, എത്രയോ ലക്ഷക്കണക്കിന് സുവിശേഷകരും ഇടയന്മാരുമുണ്ട്. അതുകൊണ്ട് ദൈവവചന വെളിച്ചത്തിൽ നമ്മളെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്നാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ട കാര്യം ആദ്യം ഇതാണ്. കർത്താവേ, ഞാൻ രാക്ഷസനായിരുന്നല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്ന് പോരാട്ടം ബന്ധനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തോട്ട് കയറുവോ? എന്തുകൊണ്ടാണ്? പ്രൈസ് കൊടുത്ത ഒരാൾ സ്വർഗത്തിലുണ്ട്. അവന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ തലയിലെ മുഴുവൻ മുടി, നമ്മൾ ചീപ്പായിട്ട് ചീപ്പിക്കളയുന്ന മുടി ഉണ്ടല്ലോ, തമ്പുരാൻ പറയും ഇത് മേഴ്സിക്കുട്ടിയുടെ 90ാമത്തെ മുടിയാണ് ഇപ്പൊ പൊഴിഞ്ഞു വീണത്.
ഷീബയുടെ 101ാമത്തെ മുടിയാണ് ഇപ്പൊ വെളിപ്പോയത്. അച്ചുവിന്റെ 403ാമത്തെ മുടിയാ വീണത്. അനിയുടെ 12ാമത്തെ മുടിയാണ്. തമ്പുരാൻ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഭോഷ്കല്ല സഹോദരങ്ങളെ. നമ്മൾ നിസാരമായിട്ട് എണ്ണുന്നതിനെ പോലും കർത്താവ് എന്ത് ചെയ്യാണ്? സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സുവിശേഷം സ്വീകരിക്കാതെ ആളുകൾ പോകുന്ന കർത്താവ് പറഞ്ഞ എന്താണ്? അതെ, നിങ്ങളുടെ കാലിന്റെ പൊടി തട്ടിക്കളയാം. സുവിശേഷം പറഞ്ഞു. ഒരാള് അംഗീകരിച്ചില്ല. അപ്പം ഒരാ നേരം കർത്താവ് പറഞ്ഞു, മോളെ നിന്റെ ഷൂവിൽ നിന്ന് അത് തട്ടിയും കളഞ്ഞേരെ, കാരണം ആ പൊടി അവിടെ കിടക്കും. ന്യായവിധി ദിവസത്തിൽ വരും. നിങ്ങൾക്കറിയാമല്ലോ. ആമീൻ. കർത്താവിന്റെ വരവിൽ സകല മനുഷ്യരും വീണ്ടെടുക്കപ്പെട്ട സകല ദൈവവൈതലും രൂപാന്തരപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യുക്തിവാദികൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇത് ഉയർക്കാനൊന്നും പോകുന്നില്ല. കാരണം എങ്ങനെ ഉയർക്കും? നിങ്ങൾക്കറിയാമല്ലോ, മൊബൈൽ കയ്യിലുള്ളവൻ ആ ടവറിന്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കട്ടയ്ക്കകത്ത് അറിയാം എത്ര പോയിന്റ് ഉണ്ടെന്ന്, അല്ലേ? ഇനി മണലാരണ്യത്ത് നിങ്ങൾ പോയി ഇരുമ്പിന്റെ പൊടി നിങ്ങൾ മണ്ണിൽ ചെതറിയിട്ടിട്ട് പൊയ്ക്കോ, ആർക്കും അറിയത്തില്ല ഇത് എവിടെയാ എന്തുവാണെന്ന്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാനും പാടാ. പക്ഷേ ഒരു കാന്തിക വലയം അതിന്റെ മീതെ ഒന്ന് പോകട്ടെ, മണലവിടെ കിടക്കും. ഇരുമ്പിന്റെ അംശം മുഴുവൻ കയറി പിടിക്കും. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഇമ്പമേറിയ ശബ്ദം ഇന്ന പോലെ ഒരു ദിവസം. നമ്മൾ ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ കർത്താവ് വരുന്നത് നമുക്കറിയില്ല. അങ്ങുമ്പോഴാണോ വരുന്നതെന്ന് അറിയില്ല. ഡ്രൈവ് ചെയ്യുമ്പോഴാണോ വരുന്നതെന്ന് അറിയത്തില്ല. ജനലക്ഷങ്ങളെ കാണാതായി എന്നൊരു വാർത്ത നമ്മൾക്ക് ചിലപ്പോ റൊണാൾഡ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വണ്ടി ഡ്രൈവ് ചെയ്ത് വരുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. റൊണാൾഡ് വണ്ടി റോട്ടിൽ കിടക്കും. റൊണാൾഡും കുടുംബവും എന്ത് ചെയ്യും? കർത്താവിന്റെ വരവിൽപ്പെടും. ചിലപ്പം ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും, IV കൊടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുന്നത്? കർത്താവ് വരുന്നത്. പേഷ്യന്റ് അവിടെ കിടക്കും, നമ്മൾ എടുക്കപ്പെടും. ഞാൻ പറഞ്ഞു വന്ന കാര്യം, സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സർജൻ വീണ്ടെടുക്കപ്പെട്ട ആളാണെങ്കിൽ ആമേൻ, കത്തി മാത്രം അവിടെ കിടക്കും, ആൾ ഡിസപ്പിയർ ആകും. കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആളുകൾ വാഹനം കാത്തിരിക്കും. പിള്ളേരുടെ ബാഗ് മാത്രം ബസ്സിനകത്ത് കാണും, കൊച്ചുങ്ങൾ കാണത്തില്ല. ഏത് മതത്തിൽപ്പെട്ട ആളുകളുടെയും കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോകും. കാരണം കർത്താവ് പറഞ്ഞ എന്താ? ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. ഇങ്ങനെയുള്ളവർക്കുള്ളയോ സ്വർഗരാജ്യം. ഇപ്പൊ മനസ്സിലാക്കണം, കോടിക്കണക്കിന് അതേ വാഹനങ്ങൾ നടുറോഡിൽ കൂട്ടിയിടിക്കുന്ന ഒരു സമയം വരുന്നു. ആമേ, സ്തോത്ര ഹല്ലേലൂയ. ആകാശത്ത് ഒരുപാട് എയർക്രാഫ്റ്റുകൾ കൂട്ടിയിടിക്കുന്ന കാലം വരും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ശരിയോ എന്ന് എനിക്ക് അറിയത്തില്ല. ബ്രിട്ടീഷ് എയർവേസിൽ ബോണഗെയിനായിട്ടുള്ള 2 പേരെ ആക്കത്തില്ല. അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആർ യു ബോണഗെയിൻ? അത് പൈലറ്റും കോ പൈലറ്റും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ 2 പേരെ അതിനകത്ത് വിടത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം 2 പേരും എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ സൂക്ഷിച്ചിറക്കണമല്ലോ. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിച്ചേ പറ്റൂ. ഇത് നമ്മൾ പഠിക്കുന്തോറും വളരെ സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെയാണ് ദൈവവചനത്തിന്റെ മാധുര്യം. അതുകൊണ്ട് എസ്രാ ശാസ്ത്രി സകല മനുഷ്യരെയും നെഹമ്യാവ് പറഞ്ഞ അനുസരിച്ച് ആളുകളെ കൂട്ടി, വൃദ്ധനായ എസ്രാ ശാസ്ത്രി ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനം വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ 4ാമത്തെ ദിവസമായിട്ട് 8 സെഷനായിട്ടും നമ്മൾ ആ 2ാം വാക്യത്തിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഇതാഴത്തിൽ ഇറങ്ങി അതിന്റെ മുത്തുമണികൾ പറക്കിയെടുത്ത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. അതുകൊണ്ട് നാം ഇപ്പോൾ ആയിരിക്കുന്നത് റോയൽ പ്രീസ്റ്റ്ഹുഡിലാണ്. എത്ര അഭിമാനമുള്ള കാര്യമാണ് അല്ലേ? പ്രൈസ് ഗോഡ്. രാജകീയ പുരോഹിത വർഗം. തിരുവചനം പഠിക്കാത്തവർ ബന്ധനവും പോരാട്ടവും പറഞ്ഞ് ആളുകളെ വീഴ്ത്താൻ ശ്രമിക്കും. അങ്ങനെയുള്ളവരെ പിടിച്ചിരുത്തിയിട്ട് പറയണം, നമ്മളെ വീണ്ടെടുത്തത് ആരാ? യേശുവിന്റെ രക്തമാണ്. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടാണോ? നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. രണ്ടാമത്, അതിനർത്ഥം പോരാട്ടം ഇല്ലെന്നാണോ? ഉണ്ടെന്നേ, ഉണ്ട്. സാത്താനെ കർത്താവ് ബന്ധിച്ച് നരകാഗ്നിയിൽ ഇടുന്നിടം വരെ ഈ മനുഷ്യന് നരകം ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? കർത്താവ് ഇടത്തുള്ളവരോട് കൽപ്പിച്ച് അവരുടെ വിധികൾ തുറന്നിട്ട് പറയുന്ന ആമേ 5-fold മിനിസ്ട്രി അവിടെയും കാണുന്നുണ്ട്. എന്താണ്? ആമീൻ. നമ്മൾ ചിന്തിക്കും രോഗികളെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതുമാണ് മിനിസ്ട്രി എന്ന്. സൗരങ്ങളിൽ ശുശ്രൂഷയിൽ എന്ത് വേണേലും നടന്നോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷെ ഓർത്തിരിക്കണം, കർത്താവ് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു കുടിപ്പാൻ തന്നു,
പ്രൈസ് ലോർഡ്. പിന്നെ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. തടവിലായിരുന്നു, കാണാൻ വന്നു. അയൽവാസിയായ വിശ്വാസി നാളുകളായി സിക്കാണ്. പക്ഷെ നമ്മൾ പറയും സമയമില്ലെന്ന്. കർത്താവ് പറയും, നിന്റെ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട, നിന്റെ പ്രവചനമൊന്നും എനിക്ക് കേൾക്കണ്ട. നിന്റെ നൈബർ അവിടെ വേദനപ്പെട്ട് കിടക്കുമ്പോൾ ഗുഡ് സമരിയറ്റിന്റെ കാര്യം വല്ലോ നീ ചെയ്തോ? കർത്താവോട് പ്രവചിച്ചവരോടല്ല പറയുന്നത് ഇങ്ങോട്ട് കേറിക്കോളാൻ, ദൂത് പറഞ്ഞവരോടല്ല, പ്രീച്ച് ചെയ്തവരോടല്ല പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മുടെ മുറിക്കുള്ളിൽ എത്ര വസ്ത്രങ്ങളാണ് അട്ടിയടിക്ക് വെച്ചിരിക്കുന്നത്. പിന്നെയും ഷോപ്പിംഗ് സെന്ററിൽ പോകുമ്പോൾ അടുത്തത് മേടിക്കാനല്ലയോ 4 വർഷത്തിന് മുമ്പുള്ളത് തയ്ക്കാതെയും ഉടുക്കാതെയും മാറ്റി വെച്ചിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കുമ്പോഴാണ് പലയിടത്തും എലി വെട്ടി ആഫ്രിക്ക പോലുള്ള ഡിസൈനിൽ അവൻ ആക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനും കൊണ്ട് മതിയൊന്ന് വിൽപ്പീൻ, ആവശ്യത്തിനുള്ള വസ്ത്രം ഇരിക്കട്ടെ, ബാക്കിയുള്ളതൊക്കെയും വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടി ഇന്നത്തെ പകല് തന്നെ നിങ്ങൾ പാക്ക് ചെയ്യണം. ഇന്നത്തെ പകല് പാക്ക് ചെയ്യണം. ഗുജറാത്തിൽ വെച്ച് ഞാനൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവരെ വിളിച്ചപ്പോൾ, വീട്ടുവാതകയിൽ നിന്ന് വിളിച്ചപ്പോൾ ആളുകൾ ഇറങ്ങി വരുന്നില്ല. അപ്പൊ അയൽവാസി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇതർ കോയി നെയ്യേ തോ ഹേ ലേക്കിൻ വേ സബ് നംഗേ ഹേ, അവർക്ക് തുണിയില്ല. അയ്യോ സ്തോത്രം. അന്നേരം ഞാൻ തിരിച്ചെന്റെ മുറിയിൽ വന്നു. അന്ന് 13 ജോഡി വസ്ത്രം എനിക്കുണ്ട്, ഇട്ടത് കൂടാതെ. ആ അലക്കി തേച്ച് വെച്ചിരുന്ന 13 ജോഡി വസ്ത്രം എടുത്ത് ഞാൻ അവിടെ കൊണ്ട് ചെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എനിക്ക് പിന്നെ 3 മാസത്തോളം ഒറ്റ ജോഡി ഉള്ളായിരുന്നു. പിന്നെ ഒരാള് കല്യാണത്തിന് വസ്ത്രം എടുക്കുമ്പോൾ പുള്ളിയുടെ ഉള്ളിൽ പ്രേരണ ഉണ്ടായി, ഷായി പാസ്റ്റർക്ക് ഒരു ജോഡി തുണി എടുത്തു കൊടുക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, കർത്താവേ ഒരു ജോഡിയേ ഉള്ളൂ, വൈകുന്നേരം കൊണ്ടുവന്ന് കഴുകിയിട്ട് സ്തോത്രം ഇസ്തിരി ഇടാനായിട്ട് അയൺ ബോക്സ് ഇല്ല, അതിന് മടക്കി തലയണയുടെ കീഴി വെക്കും. അപ്പൊ നേരം വെളുക്കുമ്പത്തിന് അത് നല്ലപോലെ തേച്ച പോലെ ഇരിക്കും. അപ്പൊ മനസ്സിലായോ? ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു പ്രിയപ്പെട്ട എന്നോട് പറഞ്ഞു, പൊന്നു പാസ്റ്ററെ ഞാൻ ഇവളെയും കൊണ്ട് തോറ്റു. അപ്പൊ ഞാൻ ചോദിച്ചു, സാരിപ്പിച്ചായാന്നോ? ആണെന്ന് പറഞ്ഞു. ആഹാ, ഞാൻ പറഞ്ഞു ഇന്നത് മാറിക്കും. ഞാന് സഹോദരിയുടെ പേര് വിളിച്ച്, എന്റെ വിശ്വാസിയായിരുന്നു, എന്നോടൊപ്പം ഞാൻ അവരുടെ ഇടയനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ താക്കോലിഞ്ഞ് കൊണ്ടുവന്നേ കുഞ്ഞെ. സ്തോത്രം. അപ്പൊ എന്നോട് ചോദിച്ചു, എന്റെ സാരി വറക്കാനാണോ? ഞാൻ പറഞ്ഞു അതെ. ഇന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തുറക്കേ, എല്ലാം വാരി പുറത്തിടാൻ പറഞ്ഞു. അനുസരിക്കുന്ന പെങ്കൊച്ച 34 സാരി എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു 10 എണ്ണം എടുത്തേച്ച് ബാക്കി മാറ്റി വെക്കാൻ പറഞ്ഞു. 10 എണ്ണം എടുത്തു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, ഞാൻ 2 എണ്ണം കൂടെ എടുത്തോട്ടെ? ഞാൻ പറഞ്ഞു 4 എണ്ണം എടുത്തു. സ്തോത്രം. കാരണം അവർക്കറിയാം ഞാന് 14 ജോഡി ഉണ്ടായിരുന്നത് ഇട്ട ഒരു ജോഡി ഒഴിച്ച് ബാക്കി മുഴുവൻ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കാര്യം പൽസമയ്ക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് 14 സാരി എടുത്തതിന് ശേഷം സ്തോത്രം ബാക്കി എന്നോട് പറഞ്ഞു, ഇന്നാ പാഷ എടുത്തു. ഞാൻ പറഞ്ഞു, നിന്റെ സാരി പറക്കാനല്ലേ ഞാൻ വന്നത്. മാറുമറയ്ക്കാൻ ഒരു വസ്ത്രത്തിന് വേണ്ടി കരയുന്നവരുണ്ട്. കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് എന്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ആ പിശാച് ഇറങ്ങിപ്പോയതാ, പിന്നെ വസ്ത്രത്തിന് വേണ്ടി ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്താണ്? ആമേൻ. നമ്മൾ വെറൈറ്റി വെച്ച് കഴിച്ച് പകുതി എടുത്ത് വെച്ച് വേസ്റ്റിക്കൊണ്ട് തള്ളുമ്പോ ഓർത്തോണം, ഒരു നേരം നിങ്ങൾ വിശന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. സ്തോത്രം. നിങ്ങളുടെ വസ്ത്രം അതേ നിങ്ങൾ വെച്ച് നശിപ്പിച്ച് കളയരുത്. ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് ബാക്കി ഇന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യാൻ മാറ്റി വെക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്താ? എനിക്ക് ദാഹിച്ചു കുടിപ്പാൻ തന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒരു ദൈവത്തിനെ എങ്ങനെ സൽക്കരിക്കുന്നു. ഞാൻ അതിഥി സൽക്കാരം ചെയ്തപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് തന്നതാണ് ഞങ്ങളുടെ ആൺസന്തതി. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം. ഓ ഹല്ലേലൂയ. ആ തടവിലും ജയിലിലും ആയിരുന്നവരെ പോയി കണ്ട് കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോക സ്ഥാപനത്തിനു മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എന്റെ പിതാവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചോ? അവര് പറയുന്നു, കർത്താവെ ഞങ്ങൾ എപ്പോഴാ നിനക്ക് നീ വന്നിട്ട് ആഹാരം തന്ന് തുണി ഉടിപ്പിച്ചത്, രോഗിയായി കിടന്നത്? കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ നിങ്ങൾ ചെയ്തതൊക്കെയും. ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഓരോ പേഷ്യന്റിലും യേശുവിനെ കണ്ടുകൊണ്ട് ചെയ്യണം. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കീഴിലുള്ള ആ പഠിക്കുന്ന പഠിതാക്കളെ കാണുമ്പോൾ അവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ടീച്ച് ചെയ്യണം. ഏത് സെക്ടറിലും ആയിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണം ഘോഷിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ ഗുഡ്നസ് ലോകത്തോട് പറയാൻ വിളിക്കപ്പെട്ടവരാണ് വീണ്ടും ജനിച്ചവർ. അപ്പൊ ഘോഷിക്കാത്തവരോ? അപ്പൊ ശരിയായി ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ ആത്മഭാരം കാണും. ആത്മഭാരമില്ലാത്ത ആൾ ഒരിക്കലും രക്ഷിക്കപ്പെട്ട ആളല്ല. റിയൽ
അക്സെപ്റ്റൻസ് വന്നിട്ടില്ല, പാപബോധം ഉണ്ടായിട്ടില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ 6 മാസത്തോളം ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇപ്പോഴും എൻ്റെ ഉള്ളം കരച്ചിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ട് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്ധകാരത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വിളിച്ചത്. നാം ഇപ്പോഴായിരിക്കുന്ന അത്ഭുത പ്രകാശത്തിലാണ്. ചേർന്നൊരു കാര്യം പറയാമോ? പ്രൈസ് ലോർഡ്. ഇരുന്ന് സ്തോത്രം ചെയ്യാമോ നിങ്ങൾക്ക്? അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. പൗലോസ് പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എവിടെയാ? ഇപ്പൊ പറ. ആണോ? അപ്പൊ സ്വർഗത്തിലെ പൗരത്വമുള്ള, പണ്ട് അമേരിക്കൻ കൗൺസിലേറ്റിൽ മെലിഞ്ഞ ഒരു മനുഷ്യൻ ചെന്നപ്പം മദാമ വീസ കൊടുത്തില്ല. അപ്പൊ മദാമയെ വരട്ടി പുള്ളി. ഇന്ദിരാഗാന്ധിയുടെ കാലത്താ. സ്തോത്രം. നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. കൗൺസിലേറ്റ് അന്നേരം അടച്ചു. ഇന്ദിരാഗാന്ധിക്ക് ഇൻഫർമേഷൻ കൊടുത്തു, ഇങ്ങനെ ഒരാള് വരട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കറിയാമോ, അന്നത്തെ കാലത്ത് ഭരണാധികാരി ഇന്ദിരാഗാന്ധിക്ക് മെയിലിട്ടെന്നാ പറയുന്നത്, പെട്ടെന്ന് കാര്യം ബോധിപ്പിച്ചു അല്ലെ യുദ്ധം പ്രഖ്യാപിക്കും. അപ്പൊ എന്താ അതിനകത്തുള്ള കാര്യം? ദൈവത്തിന്റെ അംബാസഡേഴ്സ് ആണ് ഓരോ ദൈവപൈതലും എന്നുള്ള കാര്യം മറന്നു പോകരുതെന്ന് ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം. ഒരിക്കൽ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ, നിന്റെ ഉള്ളിൽ കർത്താവ് വന്നെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രധാന ഇടത്തിൽ കർത്താവിനെ ഇരുത്തി കഴിഞ്ഞെങ്കിൽ ദൈവിക ഭരണം നിന്നിൽ ആരംഭിച്ചു എന്നല്ലേ അതിനർത്ഥം? ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു ദൈവപൈതലാ നിന്റെ ഭവനത്തിൽ നിന്നെങ്കിൽ, ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു കുടുംബജീവിതമാണെങ്കിൽ, ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതമാണെങ്കിൽ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവം പെർമിഷൻ കൊടുക്കാതെ നിന്റെ വീട്ടിനകത്ത് കയറാൻ അവന് കഴിയത്തില്ല. നിന്റെ വിഷയത്തിൽ കയറാൻ പറ്റത്തില്ല. ഇതായിരിക്കട്ടെ നമ്മുടെ ഉള്ളിലെ വീര്യവും ധൈര്യവും. നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയ മനുഷ്യൻ മരിച്ചു, ഇനി നാം ജീവിക്കുന്നത് ക്രിസ്തുവിനാണ്, ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഭീരുക്കളാകാതെ കൃപയിൽ മുന്നേറാൻ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. അപ്പൊ ആരാണ് ഘോഷിക്കുന്നവരാണ് വിശുദ്ധ വംശം? ആരാണ് ഘോഷിക്കുന്നവരാണ് സ്വന്തം ജനം? ആരാണ് ഘോഷിക്കുന്നവരാണ് അതേ രാജകീയ പുരോഹിത വർഗം? എത്ര റോയൽ ലെവലിലേക്കാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്തുവിൽ വന്നാൽ ഈ അധികാരത്തിന്റെ പങ്കാളിത്തം എല്ലാവർക്കും കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ മാധുര്യവും മഹത്വവും തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ റൊണാൾഡ് പ്രാർത്ഥിച്ചാട്ടെ. സർവശക്തനെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. നല്ല ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം കേൾപ്പാൻ, അത് പഠിക്കുവാൻ നീ അടിയങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. നിന്റെ ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇത്രയും ദിവസങ്ങൾ കർത്താവെ, ഹല്ലേലൂയ, രാവിലെയും വൈകിട്ടും കർത്താവെ നിന്റെ വചനം പഠിപ്പിക്കാൻ നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. പൂർണ്ണ ആരോഗ്യവും ബലവും നീ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾക്ക് കേൾക്കുന്ന ഈ വചനങ്ങൾ കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ആത്മഭാരം നീ അടിയങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ വചനം ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ അങ്ങയെ ഹല്ലേലൂയ യഥാർത്ഥമായി ഹല്ലേലൂയ സ്വീകരിച്ചിട്ടുള്ളവരല്ല എന്ന് കേൾപ്പാനിടയായ കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ ഒരു കൃപ നീ അടിയങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തെ ഹല്ലേലൂയ സ്തുതിപ്പാൻ, ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ. ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ അടിയങ്ങളിൽ പകരപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ നീ ഇടയാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രയാണം എൻജോയ് ചെയ്ത എല്ലാ വ്യക്തികളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ കേൾക്കുന്ന ഈ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ കർത്താവെ ആഴമായി പതിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അത് ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ 30, 60, 100 മേനിയായി ഹല്ലേലൂയ കർത്താവെ അത് ഫലം കായ്പാൻ തക്കവണ്ണം നീ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ഹല്ലേലൂയ അത്ഭുത പ്രകാശത്തിലേക്ക് ദേടികളെ വിളിച്ചതിനാൽ നീയോടെ സ്തുതിക്കുന്നു. ശത്രു കർത്താവെ ഹല്ലേലൂയ അടികളെ തൊടുവാൻ ഹല്ലേലൂയ അങ്ങ് അനുവദിച്ചിട്ടല്ലാതെ കർത്താവെ ഹല്ലേലൂയ കഴിയുകയില്ലല്ലോ. നിന്റെ രക്തമടിയങ്ങൾക്ക് മറവായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവ്, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവേ. ഹല്ലേലൂയ.
നീ എല്ലാവരെയും സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. നീ ഇത്രത്തോളം നടത്തിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ എല്ലാ നന്മയ്ക്ക് ഉപകാരങ്ങൾക്കും വഴികൾ നന്ദി പറയുന്നു കർത്താവേ. അല്ലെങ്കിൽ നിന്റെ ദാസനെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു കർത്താവേ. നീ സഹായിക്കണം, അനുഗ്രഹിക്കണം, കുടുംബത്തെ നീ നിലനിർത്തുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അല്ലെങ്കിൽ ഞങ്ങളുടെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന കർത്താവേ എല്ലാ പ്രവൃത്തികൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദാസനങ്ങളുടെ കർത്താവേ പ്രവൃത്തികൾ കണ്ട് അത് കർത്താവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ കർത്താവെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊടുത്ത നല്ല അനുഭവങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവനാമത്തിന് വേണ്ടി ചെലവിടുവാൻ കർത്താവേ, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കുറവുകളെ ക്ഷമിക്കണം, ബലഹീനതകളെ ക്ഷമിക്കണം, പാപങ്ങളെ ക്ഷമിക്കണം കർത്താവിന്റെ രക്തസാന്നിധ്യങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഗ്രൂപ്പുകളിലും എല്ലാം ഇടുക. അതിന്റെ ലിങ്ക് എടുത്തിട്ട് എത്ര ജീവിതങ്ങളെ നിങ്ങൾക്ക് എത്ര ജീവിതങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ വചനം അവർക്ക് പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുകയും അനേകർ ഈ അതിന്റെ പ്യൂറായിട്ടുള്ള തിരുവചനം പഠിച്ച് കുറഞ്ഞ പക്ഷം ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരാനായിട്ട് കഴിയുമല്ലോ. വളരെ വേദനയോടും വളരെ എഫോർട്ട് എടുത്താണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ 101% സംതൃപ്തനാണ് എൻ്റെ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് പോലെ നിങ്ങൾ അത് ചെയ്യുക. അനേകരിൽ ദൈവവചനം എത്തട്ടെ. ആമേൻ. ഫോഷ്കും വ്യാജവും അതേ ദുരുപദേശവും അത് വളരെ തീവ്രമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലർക്കും എന്താണ് പ്യുവർ ഡോക്ടർ എന്ന് അറിയത്തില്ല, എന്താ ദൈവവചനം എന്ന് അറിയത്തില്ല. വേദപുസ്തകം അവരുടെ കയ്യിലുണ്ടെങ്കിലും അതിന്റെ അർത്ഥം അറിയത്തില്ല, അതിന്റെ പൊരുൾ അറിയത്തില്ല. അതുകൊണ്ട് അവരെല്ലാം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ പോലും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, വേലക്കാർ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്യാനും മെന്റർ ചെയ്യാനും ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹംബ്ലി ഐ റിക്വസ്റ്റ് എവരിവൺ, പ്ലീസ് നിങ്ങൾ ടേക്ക് ദ ഈച്ച് ക്ലാസ് ലിങ്ക് ആൻഡ് ഫോർവേഡ് ടു യുവർ ഗ്രൂപ്പ്. അപ്പോൾ അത് കോപ്പി ചെയ്ത് ആ ഗ്രൂപ്പിൽ ഇടുക. അവർ പഠിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾ ഇടുമ്പോൾ ഉള്ളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വിടണം. കർത്താവേ, ഞാന് ഇതിന്റെ ഈ ഗ്രൂപ്പിൽ ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും 10, 100, 200, 500, 1000 കോണ്ടാക്ട്സുകൾ ഉണ്ടല്ലോ. നിങ്ങൾ സെൻഡ് ഇറ്റ്. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ നിങ്ങൾ ആ 1000 പേർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം 5 പേരായിരിക്കും നിത്യജീവനായി കണ്ടിട്ടുള്ളവർ. ആ 5 പേര് രക്ഷിക്കപ്പെട്ടാൽ ദൈവസന്നതിയിൽ നിങ്ങൾക്ക് അതിനകത്തൊരു പ്രതിഫലം കാണും. മാത്രമല്ല 5 പേര് രക്ഷിക്കപ്പെട്ടാൽ 5 കുടുംബം രക്ഷപ്പെട്ടു. 5 കുടുംബം രക്ഷപ്പെട്ടാൽ അവരുടെ കുഞ്ഞുങ്ങൾ ഈ നാശത്തിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും ദുർനടപ്പിൽ നിന്നും ആമേൻ അവര് പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടും. അതുകൊണ്ട് യു ആർ ഡൂയിങ് ദ ഗ്രേറ്റ് വർക്ക്. അതുകൊണ്ട് once again I highly recommend to everyone, please forward this message to maximum people. God bless you everyone. Amen. See you in the evening. God bless you. Amen. ആശീർവാദം പറഞ്ഞാട്ടെ. റൊണാൾഡ് പറഞ്ഞാട്ടെ എന്ന ആശീർവാദം. Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Very good, very good. All the best. See you in the evening. God bless you. Thank you, Pastor.